कई तरह के उपद्रव उपदेश हमारे बीच में आ जाता है। നമ്മൾ ആ ചെറുപ്പക്കാരെയൊക്കെ ഈ പൊതുവേദിയിൽ പേരെടുത്ത് പരാമർശിക്കാൻ എനിക്ക് ഇപ്പൊ ഇവിടെ താല്പര്യമില്ല. और मैंने वो सारी बातें खोल के बताना नहीं चाहता। എന്നാൽ നല്ല ഉഷാർ പിള്ളേരാണ് അവരൊക്കെ അല്ലേ. और आजकल के बच्चे जो है बहुत जवान, बहुत अट्ठे कट्टे अच्छे बच्चे हैं। ഞാൻ പിള്ളേരെന്ന് പറഞ്ഞെങ്കിലും വേലക്കാരെ ഉദ്ദേശിച്ചു. या खिदमतकारों के बारे में, या नौजवान है खिदमतकारों के बारे में। ഓക്കെ, ആ പാസ്റ്റർമാർ ഞാൻ യുവാക്കളാണല്ലോ അവർ മിക്കവരും നല്ല ജില്ലായി നിൽക്കുന്ന. और आजकल के जो पासवान लोग, बड़े जवान पासवान लोग हैं, അവരിൽ നിന്ന് കുറെ നല്ല കാര്യങ്ങൾ പഠിക്കാനുണ്ടെന്നാണ് എന്റെ അഭിപ്രായം. और आजकल के जमाने के जो पास्टरों से बहुत अच्छे बातें सीखना है। നമ്മുടെ ഉഴപ്പുകൾ അവർക്ക് ഇല്ലേ ഇല്ല. और वो आलसी इतना उनके पास नहीं है। അവർ ഈ വചനം ഒന്നും ബൈബിൾ സ്കൂളിൽ പോകുന്നവർക്ക് ഇഷ്ടമില്ല, വിരോധമാണ്. और आजकल के लोगों को बाइबल स्कूल में जाना पसंद नहीं है और वचन का बड़ा खिलाफ भी होता है। ഭയങ്കര പ്രാർത്ഥനാ വീരന്മാർ. लेकिन वो लोग प्रार्थना में बड़ा तेज है। അവർ ശിശുവിടെ അത്ഭുതങ്ങളൊക്കെ നടക്കാറുണ്ട്. और अब वो पवित्र आत्मा के विषय में भी आप जानते हैं। ഞാൻ അവരുടെ പല ഗുണങ്ങൾ പറഞ്ഞതേ ഉള്ളൂ, ദോഷങ്ങളാണ് കൂടുതൽ എന്ന് എനിക്ക് പറയുന്നത്. और आजकल के जमाने पीढ़ी के बारे में बहुत अच्छे बात भी है और बहुत खराब बात भी है। എനിക്ക് തോന്നുന്നു പെന്തക്കോസ്ത് മുൻകാലങ്ങളെക്കാൾ ശുശ്രൂഷകന്മാർ കടുത്ത വെല്ലുവിളികളുടെ മധ്യത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. पहले समय से भी बढ़कर आजकल की सेवा करने वाले लोगों के सामने कई तरह के चैलेंज होता है। ഇപ്പൊ സമുദായ സഭകളുടെ ആക്രമണം നമ്മൾ പണ്ടേകാലം മുതലേ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. और पुराने समय से दुनिया के कई नामधारी लोगों से उपद्रव हम आते रहते हैं। അവരുടെ ആശയപരമായ സംഘർഷങ്ങളാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. और हमें जो है वचन के साथ में जो विरुद्ध बातें होते हैं वो आते रहते हैं। എനിക്കതിൽ വിജുഭാഷൊക്കെ കണ്ടോ, ഈയിടെ വാട്സാപ്പില് ഒരു ശവസംസ്കാര ഒരു പത്രം പോലെ എന്തോ ഒരു അസുഖം ഏതാ മരിച്ച അമ്മച്ചി അവിടെ കിടക്കുവാണ്. എന്നിട്ട് ഇങ്ങനെ പെന്തക്കോസ്തുകാരെ കുറ്റപ്പെടുത്താൻ ആ മരണ വീട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. और आपको मालूम है नामधारी कलीसिया लोगों के ओर से काफी उपद्रव सेवक लोग सह रहा है। എന്നാൽ ആ ബഹുമാന്യൻ വേറൊരു മീറ്റിംഗ് വിളിച്ചിട്ടില്ല, അവിടെ പോവാം. വേറൊരു മീറ്റിംഗ് വേണം, വേറൊരു മീറ്റിംഗ് വിളിച്ചിട്ട് വേണം ഈ കാര്യം പറയാൻ പറ്റുമല്ലോ അയാൾ. यदि परमेश्वर के लोगों के खिलाफ कुछ बात बोलना है तो उन लोगों को बुलाकर आप बताएं। ഞാൻ പറഞ്ഞു വരുന്നത് പെന്തക്കോസ്ത് ഇന്ന് ഗംഭീര ആശയ സംഘർഷത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. और कहने का मतलब है पेंतकोस्त के सेवक लोग कई तरह की उपद्रव अंदर से बाहर से अनुभव कर रहा है। അതിന്റെ കൂടെയാണ് നമുക്കിപ്പോ ഈ ന്യൂ ജനറേഷൻ ആക്രമണ ഭീഷണി. और अभी ये नौजवान पास्टरों के बीच में से भी कई तरह की बातें आ जाता है। ഹൈപ്പർ ഗ്രേസ് എന്ന് പറയുന്ന ഉപദേശം അടുത്തിടയ്ക്ക് ഗംഭീരമായിട്ട് और कई तरह के उपदेश हमारे बीच में आ रहे हैं। കർത്തൃമേശക്കുറിച്ചുള്ള വികലമായ പഠിപ്പീരുകൾ ഗംഭീരമായ രംഗത്ത് വന്നു. और प्रभु भोज के विषय में भी कोई गलत उपदेश हमारे बीच में चल रहा है। അവർക്ക് ആൾക്കൂട്ടമുണ്ട്, ആരവാരമുണ്ട്, അണികളുണ്ട്, കാശുണ്ട്. ചിലപ്പോൾ നമ്മുടെ കൊച്ചു സഭയ്ക്ക് കനത്ത വെല്ലുവിളി ഒരു ലോക്കൽ സ്ഥലത്ത് ഉയർത്താൻ സാധ്യതയുണ്ട്. और आपको मालूम है हमारे छोटी सी कलीसिया जहां पर भी है वहां पर काफी कई तरह की विरोध को सहना पड़ता है। നമ്മൾ ചെറുപ്പക്കാർ, നിങ്ങൾക്ക് അറിയാമായിരിക്കാം, പാസ്റ്റർമാര് മനസ്സിലാക്കും, നമ്മുടെ സഭയിലെ തന്നെ ചെറുപ്പക്കാര് അവർ നമുക്കൊരു വെല്ലുവിളി ഉയർത്തിക്കൊണ്ടിരിക്കും. और आपको मालूम है हमारा कलीसिया के जो जवान बच्चों के द्वारा भी हमें कई तरह की चुनौती या कई तरह की विरोध आ ही सकता है। അവർ ഈ ഇണക്കമൊക്കെ കണ്ടിട്ട് നമ്മുടെ ഇടയിൽ ഒന്നുമില്ലല്ലോ, വളരെ ഡ്രൈ ആണല്ലോ എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോകുന്ന ധാരാളം ചെറുപ്പക്കാരുണ്ട്. और कई लोग इस दुनिया के कई बातों के पीछे हमारे बीच में से लोग जाते हैं। പക്ഷേ എഡിസണക്കറിയാം, എറണാകുളത്ത് നമുക്കറിയാവുന്ന കുറെ ചെറുപ്പക്കാര് ന്യൂജൻ സഭകളിൽ പോയിട്ടുണ്ട്. और आपको मालूम है एक कलीसिया छोड़कर दूसरे कलीसिया में लोग वहां के कामों को बातों को देकर चले जाता है। ഞങ്ങളുടെ അസംബ്ലി ബോർഡിൽ നിന്നും ആൾക്കാർ പോകുന്നുണ്ട്. और कई संस्था से लोग इधर उधर हो जाते हैं। ശുശ്രൂഷകന് ഭയങ്കര വെല്ലുവിളിയായി കാര്യങ്ങൾ. और कहने का मतलब एक खिदमतकार के सामने कई तरह की चुनौतियां आ जाता है। അവരെ പിടിച്ചു നിർത്താൻ വേണ്ടി എല്ലാ നടപടിയൊന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. और वो लोगों को कभी भी हम बात के रख नहीं सकता। പക്ഷെ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു, लेकिन कई दफा मुझे ऐसे सोचता നമ്മുടെ ഈ പരമ്പരാഗതമായ ആരാധന ക്രമത്തിന് തന്നെ പ്രാദേശികമായിട്ടൊരു മാറ്റം വരുത്തിയാൽ തന്നെ കുറെ വ്യത്യാസങ്ങളുണ്ടായി. और हमारे आराधना रीति रिवाजों के बीच में एक परिवर्तन आ जाए शायद कुछ बातों को रोक सकता है। ഞാൻ പെട്ടെന്ന് മനസ്സിലോട്ട് വന്നത് ഈ 3 ഹല്ലേലൂയയ്ക്ക് പകരം ഒരു 5 ഹല്ലേലൂയ പറഞ്ഞു നോക്കിയാണ്. और हमारे बीच में परंपरा आता है मीटिंग के आखिरी में 3 बार हालेलुया, लेकिन मैं कहता हूं वो 5 बार हालेलुया करें। ചെറിയ ചെറിയ വലിയ കാശ് മുടക്കില്ലാത്ത മാറ്റങ്ങൾ छोटे छोटे परिवर्तन हमारे बीच में लाए हैं।
ഞാൻ പറഞ്ഞത് നമ്മൾ കുറെ മാറ്റി തയ്യാറാണ്. और कहने का मतलब हमारे बीच में कुछ बातों का परिवर्तन आना बहुत जरूरी है. ആരാധന ക്രമമില്ല, ലിറ്റർജി ഇല്ലെന്നൊക്കെ നമ്മൾ ഭയങ്കര വാചകം और പറഞ്ഞുകൊണ്ടിരിക്കും. कई दफा हम कहते हैं आराधना में कोई ऑर्डर नहीं है, हम उस बात को बताते हैं. പക്ഷെ നമ്മളത് പതിറ്റാണ്ടുകളായി ഒരു വിസർഗം തെറ്റാതെ ഒരു ക്രമത്തിൽ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കും. लेकिन हम अपने आराधना यदि सोचे तो कई परंपरा से बिल्कुल ऑर्डर में ही चल रहा है, मतलब कई रीति है, रिवाज है. ചില ഭാഷാപരമായ ഉപദേശപരമായ അറിയാതെ ഒരു തെറ്റുകൾ പോലും ആളുകൾ ഒത്തിരി വർഷങ്ങളാണ് അതേപോലെ കൊണ്ടുനടക്കുക. और कई सालों से कई तरह की गलतियां हम करते जा रहे हमारे उपदेशों में, लेकिन हम महसूस नहीं करता उस बात को. ഞാനിരുന്ന ഒരു പഴയ സമയത്ത് അപ്പച്ചൻ നല്ല അമ്പോറ്റി അപ്പച്ചനാണ്, ഒരു കുഴപ്പമില്ല. मैं जिस कलीसिया में था वहां पर एक बुजुर्ग बहुत अच्छा एक आदमी था. പക്ഷേ പ്രാർത്ഥിക്കുമ്പോൾ എന്റെ അപ്പൻ അവിടെ ഇരുന്നാണ്. ആ കാലം മുതൽ എന്റെ കാലം ഞാനവിടെ ഭാഷയായിരുന്നു. അദ്ദേഹം പ്രാർത്ഥിക്കും ആത്മഭാരം ഉണ്ടെങ്കിലും കർത്താവേ ഇന്ത്യയിലും ഭാരതത്തിലും ഒരു വലിയ ഗുണമായിരിക്കും. वो बुजुर्ग हमेशा ऐसा प्रार्थना करते, मैं सुनता हूँ प्रभु परमेश्वर हिंदुस्तान में भी और भारत में भी एक बड़ा आत्मिक जागृति आ जाए. അത് വളരെ ആത്മാർത്ഥമുള്ളതാണ്. ഞാൻ പറഞ്ഞു ചില പ്രാർത്ഥനയൊക്കെ വർഷങ്ങൾ കഴിഞ്ഞാലും ഞാൻ പറഞ്ഞില്ലേ ഒരു അക്ഷരത്തിന് പോലും മാറ്റം വരുത്താതെ ചെയ്തുകൊണ്ടിരിക്കുക നാം ഇപ്പോഴും. और कई सालों से वो ऐसे ही प्रार्थना, भारत और हिंदुस्तान दोनों एक ही है, ये बात वो नहीं समझा. ഇപ്പോഴും എനിക്കറിയാം, എനിക്ക് കൃത്യമായിട്ട് അറിയാം, ഷാരോഫലം ചർച്ചിൽ എവിടെയെങ്കിലും ഇപ്പൊ ചർച്ച് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നെങ്കിൽ എനിക്ക് നല്ല ഉറപ്പുണ്ട് ഇമാതിരി ക്രമത്തിനൊക്കെ മാറ്റം വരുത്തിയ സഭകൾ മാത്രമേ ഇപ്പൊ വളർച്ച ഉണ്ടായിക്കൊണ്ടിരിക്കും. और ऐसे ऐसे कई बातें हमारे बीच में हैं, उसी में एक परिवर्तन आएगा तो उन्नति आ जाएगी. രണ്ട് പാട്ട് ആദ്യം പാടുക, അതിന്റെ അവസാന സ്റ്റാൻസ പിന്നെ 3 വട്ടം പാടുക, ലാസ്റ്റ് ലൈൻ 5 വട്ടം പാടുക. ഈ ക്രമമൊന്നും വേണമെന്ന് നിർബന്ധമില്ല. और आपको कई रीति हमारे आराधना के बीच में जो हम कई सालों से आते हैं उसमें भी बदलाव आने की जरूरत है. കൂടെ പ്രസംഗം, ഞാൻ ചിലപ്പോൾ എന്റെ രീതി പറയാം, പാസ്റ്റർമാർ ക്ഷമിക്കണം. പ്രസംഗവും ജനം കേട്ടിരിക്കാൻ ഒരു സമയമാണ്, അതിനപ്പുറം ജനം ശ്രദ്ധിക്കുന്നു. और प्रचार भी जो प्रचारक प्रचार करते हैं लोग सुनने का भी एक सीमा होता है. ചിലരെ അറിയാമല്ലോ നിങ്ങൾക്ക്, അത് ഇതൊക്കെ പാസ്റ്റർമാർ ബാബാസ്റ്റർ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് പറഞ്ഞു. ഞാനത് നിർദ്ദേശം പറയാല്ല, എൻ്റെ ഒരു ചിന്ത പറയാ. സങ്കീർത്തന പ്രബോധനം ചില പാസ്റ്റർമാർ ഈ പറഞ്ഞ പോലെ 1/2 മണിക്കൂർ 3/4 മണിക്കൂർ നടത്തും, പിന്നെയും പ്രസംഗം. എല്ലാം വചനമാണെങ്കിലും ഇത് സഹിക്കുന്ന മനുഷ്യന് നമ്മളൊന്ന് ആദരിക്കണം, അത്രയൊന്നും അടിച്ചേൽപ്പിക്കാൻ പാടില്ലാത്ത. और आपको मालूम है हमारे कई चर्च में भजन संहिता पढ़ने के बाद आधा घंटा प्रचार, उसके बाद फिर एक प्रचार. इसी तरह सुनने वाले लोगों को आप जरा समझ लो. സീനിയേഴ്സ് പറഞ്ഞോട്ടെ, ഞാൻ തിരുത്താൻ ആളല്ല, പക്ഷെ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ എൻ്റെ കുട്ടിയോട് പറയുന്നത്, സങ്കീർത്തനം വായിച്ചിട്ട് പരമാവധി പ്രബോധനം 10 മിനിറ്റ് മതി, അതിനപ്പുറത്ത് പ്രബോധനം വേണ്ട. और भजन संहिता पढ़ने के बाद एक बहुत लंबा प्रचार. ഞാൻ എല്ലാത്തിനും പരിഹാരമായിട്ട് ഈ വചനം വിശ്വസിക്കുന്നു. और मैंने हर बातों में वचन विश्वास करता हूं. ദൈവദാസൻ ശുശ്രൂഷ നന്നാക്കാൻ വേണ്ടി മറ്റെന്തിനേക്കാൾ ചെയ്യേണ്ടത് വചനം പ്രസംഗിക്കുന്നതാണ്. आसमान लोग इस बात को अच्छी तरह समझना, वचन का प्रचार जरूर വചനം ആത്മനിറവിൽ പറയാൻ തയ്യാറായാൽ അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോകും. आत्मा में भरपूर होकर खुदावंत के खिदमत का सेवा करने के लिए हम तैयार हो जाए. ലൂക്കോസ് 1:1 ആ വാക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിരിക്കുന്നു. और लूका ने सुसमाचार पहली अध्याय पहली आयत में लिखा वो लफ्ज मुझे बहुत अच्छा लगा. ഞാനും നിങ്ങളും വചനത്തിന്റെ ശുശ്രൂഷകന്മാരാണ്. और आप वो वचन का सेवक बनना है. ഹല്ലേലൂയ. ബാക്കിയെല്ലാം നശ്വരമാണ്, വചനത്തിന് മാറ്റമില്ല. ആകാശഭൂമികൾ മാറിപ്പോയാൽ ദൈവത്തിന്റെ വചനം എന്നേക്കും നിലനിൽക്കും. हर एक जो बातें हम देखते हैं नाशमान है, लेकिन कभी भी वचन में नाश नहीं होता, वो अविनाशी वचन है. പ്രസംഗകർ എന്നതിനൊക്കെ ദേവദാസന്മാർ സീനിയേഴ്സിന് അറിയാം, ഇവിടെ ഉദിച്ചുയർന്ന് ഉൽക്കകൾ പോലെ കരിഞ്ഞുപോയി ഒരുപാട് പേരെ നമ്മുടെ ഓർമ്മയിൽ. और आपको मालूम है कई लोग इस दुनिया से कई बातें मिट गया है.
അവർ ഒരു കാലത്ത് തിളങ്ങി വിളങ്ങി എല്ലാവരും എടുത്തുകൊണ്ട് നടന്നവരാണ്. ഇപ്പൊ അവരെ കാണുന്ന പോലും ഇല്ല. और एक जमाना ऐसा था, उनका बड़ा मशहूर था, वो उनका नाम था, लेकिन अब उसका नाम मिट गया है. ഈ പഴയ അത്ഭുതമാകന്മാർ എവിടെയെന്നറിയാമോ? और कई लोग बड़े अद्भुत काम करने वाले लोग था. ഒരാൾക്ക് ഒരു വർക്ക്ഷോപ്പ് ഉണ്ടെന്ന് കേട്ടു, ഉള്ളവർ കാണുമായിരിക്കും. ഞാൻ പറഞ്ഞു ഈ അത്ഭുതങ്ങളൊക്കെ താൽക്കാലികമാണ് ഞാൻ പറയാൻ പോകുന്നു. और आप ये समझना, जो भी अद्भुत काम करने वाले कराने वाले, ये सब थोड़े समय के लिए है. ആളുകളെ ആവശ്യമില്ല. കുറെ കഥാപ്രസംഗകര് സുവിശേഷ രംഗത്തുണ്ടായിരുന്ന എന്റെ ഓർമ്മയിൽ. और कई लोग बड़े अच्छी तरह बहुत लंबे लंबे जोर से प्रचार करने वाले लोग भी है. അവർ കുറച്ചു കാലം ആൾക്കാരെ സ്വാധീനിച്ചിട്ടുണ്ട്. लेकिन थोड़े समय के बाद उनका नाम मालूम नहीं पड़ता वो कहाँ. ദേവദാസന്മാരെ പാട്ട് കൊണ്ടും കഥനം കൊണ്ടും അഭിനയം കൊണ്ടും അംഗവിക്ഷേപം കൊണ്ടൊന്നും ആളുകളെ ശാശ്വതമായി പിടിച്ചു നിർത്താൻ പറ്റത്തില്ല. कहने का मतलब गाने से आप अच्छी तरह प्रचार करने से नहीं, वचन का प्रचारक बनकर रहना जरूरी है. എന്നാൽ ഇന്ന് പകൽ എല്ലാവരും തീരുമാനമെടുക്കുക, ഞാൻ വചനം പ്രസംഗിക്കും, വചനം മാത്രം പ്രസംഗിക്കും. और आज आप एक निर्णय ले, मैं आज से वचन का प्रचारक बनकर रहेंगे. ഹല്ലേലൂയ, हालेलुया. ഞാനെല്ലാം പറഞ്ഞ് എനിക്ക് നേരം പോകും. എനിക്ക് തോന്നുന്നു ഒരു ശുശ്രൂഷകന് കർത്താവ് എല്ലാ യഹോവ ഉണ്ടാക്കിയ ദിവസമാണെങ്കിലും ഒരു പാസ്റ്റർക്ക് ഉള്ള മെയിൻ ഡേ ഞായറാഴ്ചയാണ്. और आपको मालूम है, हर दिन परमेश्वर ने बनाया है, तो भी एक पास्टर सोचता है एतवार का दिन सबसे प्रधान दिन है. ഞാൻ പറഞ്ഞ ചെറുപ്പക്കാരായ വേലക്കാരെ, ഞായറാഴ്ച ശുശ്രൂഷയ്ക്ക് വേണ്ടി ശനിയാഴ്ച അല്ല നിങ്ങൾ തയ്യാറാവേണ്ടത്. और एतवार को प्रचार करने के लिए सिर्फ शनिवार को तैयार होने से जरूरत नहीं. എന്റെ വീക്ഷണം ഒരു ഞായറാഴ്ച ശുശ്രൂഷ കഴിയുമ്പോൾ പിന്നെ അവന്റെ മനസ്സിൽ നിരന്തരം അടുത്ത ഞായറാഴ്ച വന്നുകൊണ്ടേയിരിക്കുകയാണ്. एक एतवार को आप प्रचार करने के बाद अगले एतवार के प्रचार के लिए आप सोमवार से क्या करना, तैयार करना शुरू करना, അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. और उसी के लिए प्रार्थना भी करना, ദൂത് ഒരുക്കാൻ തയ്യാറാകണം. और आप उसके लिए वचन तैयार करना, വെളിപ്പാട് പ്രാപിക്കാൻ തയ്യാറാകണം. आप प्रकाशन उसी के लिए पाना, കരയാൻ തയ്യാറാകണം. और आप रोने के लिए तैयार സഭ होना, എത്ര ചെറുതായാലും और कलीसिया बेशक ആൾക്കാർ എത്ര കുറവായാലും यदि कम थोड़े लोग हैं तो, പ്രതികൂലം എത്ര വലുതായാലും और आपके विरोध करने वाला बहुत है तो, സംവിധാനങ്ങൾ എത്ര പരിമിതമായാലും यदि वहां का जो भी बातें हैं, അഭിഷേകത്തിൽ നിൽക്കുന്ന കർത്താവിന്റെ आप अभिषेक में ठहरना और रहना है. ഞായറാഴ്ച എഴുന്നേറ്റ് നിൽക്കുമ്പോ और एतवार को जब वचन प्रचार करने के लिए खड़े होने के समय, എതിർക്കാനും ഉടക്കാനും വടക്കുണ്ടാക്കാനും വരുന്നവരെ കർത്താവ് കൈകാര്യം ചെയ്യാൻ പോകും. और वचन के द्वारा जो भी आपके विरोध में होते हैं वो थक जाता है. നിങ്ങളുടെ ഭാഷാ ശുദ്ധിയോ നിങ്ങളുടെ മലയാളമോ ഇംഗ്ലീഷോ ചാതുര്യമോ ഒന്നും കർത്താവ് നോക്കുന്നില്ല. അവൻ ശക്തിയിലേക്കകത്ത് അവൻ പൊതിയപ്പെട്ട് നിൽക്കാൻ മനസ്സുണ്ടെങ്കിൽ ആ വചനം അനുഗ്രഹിക്കപ്പെടുന്ന ആത്മീയ ബോംബായി വ്യാപരിക്കാൻ പോകുകയാണ്. और परमेश्वर ये नहीं देखता आप कौन सा भाषा में प्रचार कर रहा है, और परमेश्वर ये देखता है आप सच में परमेश्वर के शकीने के बीच आप खड़े हो कि नहीं. വചനത്തിന് ഒരു പ്രത്യേക കാര്യത്തുണ്ട്. और आपको मालूम है, वचन में एक बड़ा ताकत है. എനിക്ക് ചിലപ്പോൾ തോന്നും ദേവദാസന്മാരോട് പറയാം, ചെറുപ്പക്കാരോടാണ് ഞാൻ പ്രധാനമായി സംസാരിക്കുന്നത്, കുറെ വചനങ്ങളൊന്നും മനപ്പാടമാണ്. और आप हो सके तो मुंह जबानी कुछ वचन आप याद कर रखे. പ്രധാന ഗുണം ഇനിയും നമ്മുടെ കുറിപ്പ് പറന്നു പോയാലും 10 വചനം അറിയാമെങ്കിൽ ഈ 30 മിനിറ്റ് അഡ്ജസ്റ്റ് ചെയ്യും. यदि आपको मालूम है आप प्रचार बना के लेके आए हुआ वो पेपर उड़ जाए तो भी वचन अंदर है तो आप प्रचार कर सकता है. ഞാൻ പറഞ്ഞത് ഞാൻ പ്രാക്ടിക്കലായിട്ട് പറയുക, വലിയ പോയിന്റ് ഒരുപാടൊന്നും കാണുകയല്ലെങ്കിലും ഇത് ഒരു വചനം അങ്ങോട്ട് ഉദ്ധരിച്ച ശേഷം 5-6 മിനിറ്റ് കാര്യമാണ്, പിന്നെ അടുത്ത വചനം, അങ്ങനെ തന്നെ ശുശ്രൂഷയിൽ മുന്നേറാൻ പറ്റും. और आपको मालूम है आपके अंदर यदि वचन स्टोर किया है तो एक वचन बताने के बाद थोड़ी देर के बाद फिर वचन इसी तरह आप प्रभु में बढ़ सकता है. വചനം തെറ്റിക്കാതെ പറയുന്നതിന് ഒരു വലിയ അനുഗ്രഹം. आपको मालूम है वचन जब भी बताते समय बिना गलती से आप वचन बताना है. ഞാൻ ഈ അനീഷ് കാവാലം ദേവദാസ പ്രസംഗം നേരിട്ട് ഇതുവരെയും കേട്ടിട്ടില്ല, എവിടെയോ ഈ വീഡിയോ ക്ലിപ്പ് കണ്ടേ ഉള്ളൂ. പക്ഷെ ആരോ എന്നോട് പറഞ്ഞു, വാക്യങ്ങൾ ഒരുപാട് തനിക്ക് മനപ്പാടം അറിയാം, അത് കൃത്യമായിട്ട് മണിയായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. मैंने एक प्रभु के दास अनीश कवालों के बारे में सुना है, वो वचन बहुत ज्यादा वो मन में रखा और मुंह जबानी वो वचन बताता है. ദേവദാസന് വചന നിശ്ചയം ഉള്ളതുപോലെ വേറൊരു അനുഗ്രഹമില്ല. और वचन के ऊपर अच्छी तरह मनन करने वाला होना चाहिए. കഴിഞ്ഞ ദിവസം ഒരു പാസ്റ്റർ എപ്പോഴുള്ള കല്യാണ ശുശ്രൂഷയ്ക്ക് ഞാൻ പോകുമ്പോൾ ഞങ്ങളുടെ പാസ്റ്റർമാരുടെ കാര്യമാണ് പറയുന്നത്, പരിഹസിച്ച് പറയില്ല,
പലരും വാക്യം വായിച്ച് തെറ്റിക്കാം. और कई दफा हमारे बीच में यदि कोई शादी के खिदमत में जाए, वचन जब पढ़ने के समय कई गलती उसमें आता है. ഞാൻ ഈ പറയാൻ പോകുന്നത് ഞാൻ കേട്ടതാണ്. ഹിന്ദിയിലാണ് ബുദ്ധിമുട്ട്. പിന്നെ ഇത് ഉള്ളതാണോ അറിയുന്നത്, ക്ഷമിക്കണം നിങ്ങൾ. 40 സങ്കീർത്തനം കല്യാണ ഭാഗം വായിച്ചപ്പോൾ നിന്റെ വലത് ഭാഗത്ത് രാജ്ഞി ഓഫീർ തങ്കമണിഞ്ഞ് അതിനൊരു വാക്യം വായിച്ചത് പെട്ടെന്ന് നിന്റെ വലത് ഭാഗത്ത് രാജ്ഞി ഓഫീസർ തങ്കമണി നിൽക്കുന്നു. वचन पढ़ने के समय कई गलतियां हमसे होता है. ഇത് ഒരാൾ എനിക്കറിയില്ല, തെറ്റാനുള്ള എല്ലാ സാധ്യതയുണ്ട്. തങ്കം അണിഞ്ഞെന്നുള്ളത് തങ്കമണി എന്ന് വേണമെങ്കിൽ പറയാവുന്നതേ ഉള്ളൂ. बिना गलती से वचन पढ़ने के लिए हम सीखना है. ഓക്കെ, സ്നേഹിതരെ, നല്ല ശുദ്ധമായി സ്ഫുടമായി ഉലകത്തിൽ മറ്റേത് വർത്തമാനത്തെക്കാൾ വചനം പറയുമ്പോൾ നാവിൽ ആധാരത്തിൽ ഒരു അഭിഷേക വ്യാപാരത്തിനായി എന്നവർ പ്രാർത്ഥിച്ചേൽപ്പിച്ചു. വചനം ശക്തമായി പറയാൻ ഒരു നിയോഗം നൽകണം. बड़े शक्ति के साथ परमेश्वर का वचन को पेश करने के लिए हम तैयार होना है. തങ്കച്ചാനൊക്കെ ഇപ്പൊ എനിക്ക് തോന്നുന്നു പ്രായമായി പല്ലൊക്കെ പോയതുകൊണ്ട് പഴയ സ്ഫുടതയുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. അച്ചാനൊക്കെ സ്ഫുടതയുടെ ആളാണ്, സ്ഫുടമായി. और हमें मालूम है जो जितने प्रभु के दास लोग सभी जगह बहुत अच्छी तरह वचन का प्रचार करता है. ദേവദാസനോട് ഞാൻ പറയാം, അപേക്ഷിക്കുക, ഭാഷ പോലും പ്രാർത്ഥിച്ച് പഠിച്ച് വല്ല ഭാഷാഭൂഷണമൊക്കെ വായിച്ച് നന്നായിട്ട് ശുശ്രൂഷിക്കാൻ കഴിയണം. और आपको मालूम है, आप यदि प्रचार के लिए खड़े हो जाते समय भाषा के बारे में भी अच्छी तरह समझिए और प्रार्थना कर वो पाए. ക്ഷമിക്കണം, ഞാൻ തിരുത്തുന്ന എല്ലാ ചെറുപ്പക്കാരെയാണ്, എന്നൊക്കെ പ്രായക്കുറഞ്ഞവര്. और मैंने आप लोगों को ये समझा रहा हूँ, आपको नहीं सिखा रहे, समझा रहा हूँ. എന്റെ അപ്പൻ നല്ല ഭാഷ ഉപയോഗിക്കുന്ന ഒരാളായിരുന്നു. और मेरे पिताजी अच्छे भाषा मतलब बताने वाला एक व्यक्ति. അതിന്റെ രഹസ്യം ഞാൻ ഒരിക്കൽ തട്ടുംപുറത്ത് കയറിയപ്പോ കണ്ടത്, ഒരു പഴയ ട്രങ്കിനകത്ത് ഭാഷാഭൂഷണിയുടെ ഒരു 10-25 ലക്കം അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അദ്ദേഹം അത് വായിച്ചുകൊണ്ടിരുന്നതാണ്. मैंने एक बार उनके ट्रंक या बॉक्स खोल कर देखा, कई किताबें पाया गया जो भाषा उस किताबों से सीखता था. എത്ര പാസ്റ്റർമാർക്ക്, ക്ഷമിക്കണം ഞാനൊരു നല്ല തിരുത്തൽ പറയാം, ഭാഷാഭൂഷണി വായിച്ചിട്ടുള്ളവര് ഒന്ന് കൈപൊക്കുക. ഞാൻ കുറ്റപ്പെടുത്തൊന്നുമല്ല, ചെറുപ്പക്കാരോട് ഞാൻ പറയുന്നു, നിങ്ങളുടെ മലയാളം ഭാഷ നന്നാക്കാൻ ഏറ്റവും മികച്ച ഒരു ഒരു ദ്വൈമാസികയാണ് മനോരമ ഇറക്കുന്ന ഭാഷാഭൂഷണി. 20 രൂപ 25 രൂപ ആകത്തുള്ളൂ. അത് വാങ്ങി വായിച്ചാൽ ഭാഷയിൽ ഗംഭീര മുന്നേറ്റം ഉണ്ടാകും. और आप जो भी भाषा बोलते हैं शुद्ध भाषा इस्तेमाल करने के लिए तैयार होना है. ഈ തലമുറയിൽ കർത്താവിന്റെ വചനവുമായി നിൽക്കുമ്പോൾ ഇവിടെ കുഴപ്പമില്ല. പബ്ലിക് പരസ്യയോഗം കൺവെൻഷൻ അവിടെയൊക്കെ നിൽക്കുമ്പോൾ പെന്തക്കോസ്തുകാർ ഉപദേശിക്ക് ഒന്നും അറിയില്ലെന്ന് ആരും പറയരുത്. 10 വാക്ക് ഭംഗിയായി പറയാനുള്ള കരുത്ത് നമുക്കുണ്ടായിരിക്കണം. और कहीं भी प्रचार के लिए आप खड़े होने के समय लोग ये ना बोले वो पास्टर को कुछ भी नहीं आता, इसलिए कुछ अच्छी तरह सीख के खड़े होना. ഞാനിപ്പോ പാസ്റ്റർ ഫെബിനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഫെബിൻ പാസ്റ്റർ, അദ്ദേഹത്തോട് ഞാൻ പറയായിരുന്നു, അദ്ദേഹം നോർത്ത് ഇന്ത്യയിലാണ്. ഞാൻ പറഞ്ഞു, മോനെ അത്യാവശ്യമായിട്ട് മേനക്കെട്ടിരുന്ന് ഹിന്ദി പഠിച്ചിട്ട് ഉടനെ ഹിന്ദിയിൽ പ്രസംഗിക്കാൻ ആരംഭിക്കും. और मैंने पास्टर फेबिन से कहा, उत्तर भारत में वो सेवा करते हैं, उत्तर भारत का लैंग्वेज अच्छी तरह सीखो और उस भाषा में प्रचार करो. നോർത്ത് ഇന്ത്യയിലുള്ള മുഴുവൻ ദേവദാസന്മാരും നിങ്ങളുടെ സഭ മലയാളമായിരിക്കും, പക്ഷെ നിർബന്ധമായി മേനക്കെട്ടിരുന്ന് പ്രാർത്ഥിച്ച് ഹിന്ദി പഠിച്ച് ഹിന്ദി ശുശ്രൂഷിക്കാൻ തയ്യാറാണ്. उत्तर भारत से जितने भी सेवक लोग आया, बेशक आपका चर्च मलयाली चर्च हो, लेकिन वहां का लोकल लैंग्वेज आप अच्छी तरह सीख कर उस भाषा में आप प्रचार करना है. കാരണം ഞാൻ പറയുന്ന വചനം ദൈവത്തിന്റെ വചനമായതുകൊണ്ട് അതിന്റെ മികവിൽ തികവിൽ അത് സംസാരിക്കാൻ എനിക്ക് കഴിയണം. जो वचन का प्रचार मैं करता हूँ ये परमेश्वर का वचन है, उस वचन के शक्ति के साथ उसको प्रचार करना है. പണ്ട് ഞങ്ങളെ പഠിപ്പിച്ച സക്കറിയാ സാർ പറയുമായിരുന്നു, പ്രസംഗശാസ്ത്രം പഠിപ്പിക്കുമ്പോൾ ഈ ഉദാഹരണം പറയുന്നു, കഥയൊക്കെ പറയുന്നത് പ്രസംഗത്തിനിടയ്ക്ക് ഒരു കെട്ടിടത്തിൽ വാതിൽ വെക്കുന്ന പോലെ, ജനൽ വെക്കുന്ന പോലെ. और हमारे एक अध्यापक जब हम पढ़ाते समय वो हमें ये बताया, यदि एक मकान को एक कमरा बनाए, वहां पर जो खिड़की रखता है, പക്ഷെ അദ്ദേഹം പറഞ്ഞു
മൊത്തം കിടുക്കിയാകരുത്. यदि पूरे कमरा चारों तरफ खिड़की बनाए तो ഇത് ഇടയ്ക്ക് ഇഷ്ടിക കല്ലുമൊക്കെ വേണം. और बीच में जरूर, ये नहीं पूरे दीवार में आप खिड़की बनाए तो अच्छा नहीं लगता. ഇത് ഹോബിറ്റിന്റെ പ്രിൻസിപ്പിൾ അനുസരിച്ച് അരമണിക്കൂർ പ്രസംഗത്തിൽ ഒരു ഉദാഹരണമേ പാടുള്ളൂ. और जब हम प्रचार करने के समय ये भी समझना, पूरे प्रचार दृष्टांत बताते बताते समय खत्म नहीं करना. ഇതെല്ലാം പറയുമ്പോ ഞാൻ അടിവരയിട്ട് സംസാരിക്കുന്ന വിഷയം ഗൗരവമായിട്ട് എല്ലാവരും ചിന്തിക്കണം. ഞാൻ വിളിക്കപ്പെട്ടത് വചനം ശുശ്രൂഷിക്കാൻ വേണ്ടി. कहने का मतलब ये है, खुदा ने मुझे इसलिए बुलाया ताकि वचन का प्रचारक बनकर मैं रहे. ഹല്ലേലൂയ, हालेलुया. കർത്താവിനെ നൂറൊക്കെ സ്തുതിച്ചാലും ഹല്ലേലൂയ. വചനത്തിന്റെ ക്രിയ ചെയ്തുകൊള്ളും. പ്രാർത്ഥനയോടെ, കണ്ണീരോടെ, ജാഗരണത്തോടെ ഞാൻ വചനം പറഞ്ഞിട്ട് പോന്നാൽ മതി. ബാക്കി കർത്താവ് കൈകാര്യം ചെയ്യും. और वचन जरूर काम करेंगे. आप आंसू बहाते हुए प्रार्थना कर कर वचन प्रचार करने के लिए तैयार हो जाए. ഞാൻ സമയം പാലിക്കാൻ ഉത്സാഹിച്ചുകൊണ്ട് ഈ വചനത്തോട് ബന്ധപ്പെട്ട ഒരു ഭാഗം കൂടെ ഞാൻ പറയാം. സുവിശേഷം എന്ന വാക്ക്, സുവിശേഷം. और मैंने इस प्रचार के बीच में एक और बात शब्द आपको बताना चाहता हूँ, सुसमाचार. അത് രണ്ട് മൂന്ന് പോയിന്റ് ഒന്ന് വ്യാഖ്യാനം. ഇത് കണക്റ്റഡ് ആയതുകൊണ്ട് കർത്താവ് നമ്മെ വിളിച്ചത് വചനം പ്രസംഗിക്കുക എന്ന് പറയുമ്പോൾ സുവിശേഷമാണ് നമ്പർ 1 പ്രയോറിറ്റി. 1 കൊരിന്ത്യർ 9-ാം അധ്യായമാണ് എന്റെ അടിസ്ഥാനം. നമ്മുടെ 9-ാം അധ്യായം സ്വല്പം ധ്യാനിക്കാം. और पहले कुरिन्थियों 9 अध्याय थोड़ा समय मनन करने जा रहे हैं. അങ്ങനെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വചനം 28-ാമത്തെ വാക്യം. और उस 9 अध्याय के 28 आयत मुझे बहुत ही ज्यादा मेरे मन को छुआ. വായിച്ചാൽ 27. ഇവിടെ ഈ വചനം ഇപ്പൊ വായിക്കുന്നതാണ് ശരി. സോറി, എനിക്കൊന്ന് അത് ഒടുവിൽ വായിക്കേണ്ടതായിരുന്നു. ഒന്ന് നോക്കിയേ പറ്റി പാസ്റ്റേ, മുൻപുള്ള വാക്യം ഈ വാക്യം 23-ാം വാക്യം. യെസ്, 23. ഓൾറൈറ്റ്, ആ വാക്യം എല്ലാം ശ്രദ്ധിക്കേ. 23-ാമത്തെ വാക്യം. और पहले कुरिन्थियों 9 अध्याय 23 आयत आप देख लेना. पहले कुरिन्थियों 9 का 23. സുവിശേഷ വേല സംബന്ധിച്ച് എനിക്ക് ഈ വചനം വായിക്കുമ്പോൾ ഭയങ്കര നിയോഗമുണ്ട്. ആ ദേവദാസൻ പറയാണ്, സുവിശേഷത്തിൽ ഒരു പങ്കാളി ആകേണ്ടതിന് ഞാൻ സകലവും സുവിശേഷം നിമിത്തം ചെയ്യുന്നു. और पौलुस यहाँ पर ये बातें कहते हैं, सुसमाचार के लिए, सुसमाचार के संग मुझे भी शरीक होना मैं चाहता हूँ. मैं सब कुछ सुसमाचार के लिए मैं त्यागना चाहता हूँ. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഞാൻ യഹൂദന്മാർക്ക് യഹൂദനായി, യവനന്മാർക്ക് യവനനായി, ബുദ്ധിക്കുന്നവർക്ക് ജ്ഞാനികൾക്ക് എല്ലാവർക്കും ഞാൻ എല്ലാമായി തീർന്നിരിക്കുന്നു. സുവിശേഷത്തിൽ ഒരു പങ്കാളിയാണ്. और इसलिए पौलुस कहते हैं, मैं यहूदियों के लिए यहूदी बना, यूनानी के लिए यूनानी बना, दरिद्रों के लिए दरिद्र बना, बलहीनों के लिए बलहीन बना. मकसद यही था, किसी न किसी रीति में सुसमाचार में शरीक बन जाएं. വിധിപ്പാശ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഞാൻ വലതുകൈ ഉയർത്തി സ്തോത്രം ചെയ്യാൻ ഇടതുകൈ ഉയർത്തണ്ടെന്ന് വെച്ചിരിക്കും. ഇടതുകൈ ഉയർത്തണ്ട, വലതുകൈ മാത്രം ഉയർത്താന്ന് വിചാരിക്കും. അത് പുള്ളിയോട് ചോദിച്ചത്, പിന്നെ പറയുക. ഇത് നമ്മുടെ കാഴ്ചപ്പാടാകട്ടെ. സുവിശേഷത്തിൽ എനിക്കൊരു പങ്കാളിയാകണം, അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാണ്. आप कहना ये है, सुसमाचार में मुझे भी शामिल होना और शरीक बनना, उसके लिए मैं सब कुछ करना तैयार हूँ. എനിക്ക് ഈശോ മസിയ കഴിഞ്ഞാൽ പിന്നെ എന്റെ ആവേശം പൗലോസികായാണ്. और यीशु मसीह के बाद मैं ज्यादा आदर पौलुस को देता हूँ. അദ്ദേഹത്തെ കുറിച്ച് ഞാൻ എത്ര പഠിച്ചാലും എനിക്ക് മതിയാകത്തില്ല. पौलुस के बारे में कितना भी बोलूं या सीखूं पूरा नहीं हो. ഞാൻ ഇടയ്ക്ക് പൗലോസിനെ കണ്ടത് പുള്ളി ബഹുഭാഷ പണ്ഡിതനായിരുന്നല്ലോ. और पौलुस के बारे में सीखते हुए कई भाषा का ज्ञानी था. അദ്ദേഹം പ്രസംഗിക്കാൻ നിൽക്കുമ്പോഴേ, പ്രസംഗത്തിന് ആരും വിളിച്ചിട്ടല്ല, തല്ല് കൊള്ളുന്നതിന് ഭാഗമായിട്ട് വിശദീകരണ യോഗം നടത്തുമ്പോൾ, और कई दफा जो प्रचार करने के समय कई मार पिटाई हुआ है, लेकिन कई दफा लोग बुलाकर उनसे वाद विवाद करते थे. പുള്ളി ചോദിക്കും, ആരാ മെജോറിറ്റി ഏത് ഭാഷയാണ് എന്ന് ചോദിക്കുന്നു. और पहले वो खड़े होकर पूछता है, कौन सा भाषा बोलने वाले लोग ज्यादा है. ഏത് ഭാഷ എന്ന് പറഞ്ഞാലും ആ ഭാഷയെ പ്രസംഗിക്കുന്നത്. और
पौलुस का ऐसा खूबी था, यदि कोई भी भाषा बताए वो भाषा में वो प्रचार करता था തനിക്ക് തർജ്ജമക്കാരന്റെ ആവശ്യമില്ല. और वहां पर अनुवाद करने के लिए किसी की जरूरत नहीं था. സുവിശേഷം എവിടെല്ലാം പറയാൻ സമയം കിട്ടുന്നു അവിടെ എല്ലാം അവൻ ആവേശമായി പറഞ്ഞു. पौलुस का ये स्वभाव था, जहां पर भी सुसमाचार प्रचार करने का मौका मिले वहां पर जरूर प्रचार करता था. തല്ലാൻ വേണ്ടി ആൾക്കാർ പിടിച്ചാലും അവൻ പറയും, തല്ല് കൊണ്ടിട്ട് കാലിൽ നിൽക്കുവാണെങ്കിൽ അന്നേരം പറയും, എവിടെയെല്ലാം കിട്ടിയാലും സുവിശേഷം പറയും. और जहां पर भी मार खाना पड़े तो भी वहां पर खड़े होकर वो प्रचार करने का एक जरूरत उनको था. ഞാൻ പണ്ട് എവിടെയോ പ്രസംഗിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ഫിലിപ്പർ 1 വായിക്കേണ്ട, പൗലോസിന്റെ ഭാഷ ശ്രദ്ധിക്കണം. അദ്ദേഹം പറയുന്നത് 1-12 വാക്യം എനിക്ക് തോന്നുന്നു. 1:12 ദയവായിട്ട് നോക്കും, ഞാൻ മറന്നുപോയി. ഫിലിപ്പർ 1:12. സഹോദരന്മാരെ, എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു എന്ന് നിങ്ങൾ അറിവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അടുത്ത വാക്യം, ക്രിസ്തു നിമിത്തമാകുന്നത്. മതി അച്ഛാ. എന്റെ ബന്ധനങ്ങൾ ക്രിസ്തു നിമിത്തമാകുന്നുവെന്ന് അകമ്പടി പട്ടാളത്തിൽ ഒക്കെയും തെളിവായി വരിക. और वहां पर कहते हैं जो मेरा बंधन सुसमाचार के कारण है, ये सब लोगों में ये बात मालूम हो जाता है. ഇത് ഒറിജിനൽ പ്രറ്റോറിയം ഗാർഡ് എന്ന് പറയുന്നത് റോമൻ സീസന്റെ അകമ്പടി പട്ടാളം, അവരെ വിളിക്കുന്ന പേരാണ് പ്രറ്റോറിയം. और रोमन जो है चक्रवर्ती के चारों तरफ जो घूमते फिरते संभालने वाले लोगों का नाम है पेट्रोलियम. എക്സാക്ട്ലി. എനിക്കൊന്ന് കിങ് ജെയിംസ് വേർഷൻ ഒറിജിനൽ പ്രറ്റോറിയം ഗാർഡ് എന്നുണ്ട്. അത് പ്രത്യേക ഒരു സൈന്യ വിഭാഗം. और वहां पर एक सेना है जो उस राजा के चारों तरफ जो घूमकर संभालने वाले लोग. അവർ 20,000 ആൾക്കാരുണ്ട്. और कम से कम 20,000 से अधिक लोग उनके चारों तरफ संभालने के लिए था. ഇനി പൗലോസിന്റെ ഭാഷ ശ്രദ്ധിക്കണം. അവന് റോമൻ ജയിലിൽ കിടക്കുന്ന സമയമാണല്ലോ ഇത്. और उस समय रोमियो की कैद में वो पड़ा था. AD 62-63 കാലഘട്ടം. और AD 62 और 63 के समय था. അവിടെ കിടക്കുന്ന കക്ഷി പറയുന്നു, അകമ്പടിപ്പെടുന്നതൊക്കെയും മനസ്സിലായി, ഞാൻ ക്രിസ്തു നിമിത്തമാണ് ഇവിടെ കിടക്കുന്നത്. और जहां पर वो पड़ा था उस समय वो कहते हैं मसीह के कारण मैं कैद हो गया. എങ്ങനെയാണ് അത് പറ്റിച്ചെന്നറിയാമോ? ये कैसे हुआ आपको मालूम है? അതാണ് രസം. അവന്റെ അടുക്കൽ അന്നത്തെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്കെല്ലാം മനസ്സിലാവും. അന്ന് ഈ തടവ് പുള്ളിക്ക് 6 മണിക്കൂർ വീതം 24 മണിക്കൂർ 4 പട്ടാളക്കാരാണ് ഇവന് ഗാർഡായിട്ട് നിൽക്കുന്നത്. जो कैद में पड़ते हैं, जो कैदियों को देखभाल करने के लिए 6 घंटे के बाद पलटन या मिलिट्री लोग या पुलिस लोग वहां पर आते थे. പട്ടാളക്കാരന്റെ കയ്യിൽ നിന്ന് പൗലോസിന്റെ കയ്യിലേക്ക് ഒരു ചെറിയ ചങ്ങൽ തുടിപ്പിച്ചിരിക്കുകയാണ്. और पौलुस के हाथ बांधा हुआ था वो जंजीर, उसको जो देखता है चौकीदार के हाथ में जरूर होता है. ഡ്യൂട്ടി മാറുമ്പോൾ അടുത്ത ചൗക്കിദാർ വന്നിട്ട് ഇത് കയ്യിൽ കിന്നെ കിട്ടും. जो ड्यूटी यदि चौकीदारों का बदल जाता है दूसरे आकर इसी प्रकार करता है. എന്നോട് പണ്ടൊരു സ്കോളർ പറഞ്ഞു, പൗലോസ് അല്ല ബന്ധനത്തിൽ, പട്ടാളക്കാരനാണ് ബന്ധനത്തിൽ. और यहाँ पर वास्तव में ऐसे किसी ने मुझे कहा, बंधन में पौलुस नहीं था, वास्तव में वो चौकीदार बंधन में था. വരുമ്പോ മുതൽ പൗലോസ് വേറെ ലോഹിയൊന്നും ചോദിക്കുകയില്ല. 6 മണിക്കൂർ സുവിശേഷം ആറാഞ്ച് കാച്ചു. और पौलुस को उस समय में एक आदत था, उनसे सुसमाचार शेयर करने का आदत था. ഏത് ഇഷ്ടപ്പെടാത്തവൻ നിന്നേ പറ്റൂ, അല്ലെ അവരെ തൊപ്പി ധരിക്കുന്ന കേസാണ്, അവൻ സഹിച്ചേ പറ്റൂ. और वो 6 घंटा पौलुस का प्रभाषण सुनना ही पड़ता, क्योंकि उसका ड्यूटी 6 घंटे थे. എല്ലാരും രക്ഷിക്കപ്പെടുകയില്ലെങ്കിലും എന്നോട് സ്കോളേഴ്സ് പറയുന്നത് എല്ലാരും ഇവിടെ ഡ്യൂട്ടിക്ക് വന്നിട്ടില്ല, എല്ലാവർക്കും വരാൻ പറ്റിയിട്ടില്ല. और कई लोग वहां पर ड्यूटी पे नहीं आता. പക്ഷേ ഇവൻ ചെയ്യുന്നത് ഈ 6 മണിക്കൂർ വചനം പറഞ്ഞു കഴിയുമ്പോ സ്നേഹാത്രമായ ക്രിസ്തുവിന്റെ സുവിശേഷം കേട്ട് ഈ പട്ടാളക്കാരൻ മടങ്ങി തന്റെ ഭാരതത്തിൽ പറയും, സുഹൃത്തുക്കളെ, എന്റെ ആയുസിൽ ഇതുപോലെ ഡ്യൂട്ടി ഉണ്ടായിട്ടില്ല, ഇതുവരെ കേൾക്കാത്തത് കേൾക്കണമെങ്കിൽ ആ റൂമിലെ ഡ്യൂട്ടി നിങ്ങൾ മാറി മേടിച്ചോ എന്ന് പറയും. എല്ലാവരും മനസ്സിലാക്കി, പൗലോസ് കൊലപ്പുള്ളിയല്ല, കള്ളനല്ല, യേശുവിന്റെ സുവിശേഷം മൂലമാണ് ഇവിടെ വന്നിരിക്കുന്നത്. पौलुस को देखभाल करने के लिए या उसका देखभाल के लिए जो भी चौकीदार आता था उन सबसे प्रभु का वचन वो बोलता था. कई लोगों को वचन शेयर करने में पौलुस समर्थ था. സമയം പോകുന്നതുകൊണ്ട് എനിക്ക് പൗലോസിനെ കുറിച്ച് പറയാൻ ഞാൻ നല്ല പ്രകാശനവും കുറച്ച് റീഡിങ്ങും ഉള്ള ഒരാളാണ്. और पौलुस के बारे में बोलने के लिए काफी बात मैं चाहता हूँ. ഓക്കെ, ന്യൂ ടെസ്റ്റമെന്റിലെ ഏറ്റവും മികച്ച
അല്ലെങ്കിൽ ക്ലാസിക്കൽ പ്രസംഗം എഴുതിയിരിക്കുന്നത് പ്രവൃത്തി 17 और प्रेरितों के काम 17 अध्याय जब हम पढ़ते हैं वहां पर नया नियम में एक खास जो चरित्र वहां पर लिखा हुआ है. എനിക്ക് തോന്നുന്നു ആ പ്രസംഗ വേദിയില് പ്രസംഗിക്കുന്ന തന്നെ ഒരു പുരുഷായുസിലെ ഏറ്റവും വലിയ അക്കംപ്ലിഷ്മെന്റ്. और आप देखिए प्रेरितों के काम 17 अध्याय में लिखा हुआ उस प्रचार यदि करने के लिए लायक होना एक बहुत गंभीर बात है. എനിക്ക് തോന്നുന്നു പൗലോസിനോട് മാത്രമേ അവർ പറഞ്ഞിട്ടുള്ളൂ ഇനി ഒരു വട്ടം ഇതിന്റെ പ്രസംഗം ഞങ്ങൾ കേൾക്കാം. वहां पर केवल पौलुस से कहा आप जो प्रचार किया उसको दोहरा के फिर कहो. പൗലോസ് അവിടെ എപ്പിക്യൂരിയൻസ്, സ്റ്റോയിക്സ്, അതുപോലെ നോസ്റ്റിക്സ്, മിസ്റ്റിക്സ്, ആ ഫിലോസോഫിക്കൽ സ്കൂൾസിലുള്ള എല്ലാവരെയും ശക്തമായി റെഫ്യൂട്ട് ചെയ്യുന്ന ഒരു ദൂതാണ് നിങ്ങൾ വായിക്കുന്നത്. और वहां पर पौलुस ऐसा प्रचार किया, वहां पर जितने भी लोग आया था सबको संबोधन करते हुए सबको मिलने वाला प्रचार उसने किया. ഗ്രീക്ക് തത്വശാസ്ത്രത്തിന്റെ ഏറ്റവും മികവുറ്റ കേൾവിക്കാരാണ് ആ സദസ്സിലെ അംഗങ്ങൾ. और वहां पर सबसे ज्यादा ग्रीक भाषा के लोग जहां बैठा था उन सबसे पौलुस ने बातें की. പ്രസിദ്ധരായ 3 ഫിലോസഫേഴ്സോ 3 കവികളോ അതിനകത്ത് കോട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. और उनके बीच में कई कवि लोग और कई तरह की पढ़े लिखे लोग और बड़े मेहमान लोग वहां पर था. മലയാള ബൈബിളിൽ ഇൻവേർട്ടഡ് കോമേഴ്സ് മാഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് കൊട്ടേഷൻ ആണ്, നാം അവന്റെ സന്താനമല്ലോ. और मलयालम बाइबल में ऐसे लिखा है हम परमेश्वर के संतान या हम उसके संतान करके लिखा है. മറ്റൊരു വാക്യം അവനല്ലോ നാം ഇരിക്കുകയും ചരിക്കുകയും, അതെല്ലാം കോട്ടിംഗ് ആണ്. और हम उसी में रहता हूँ, चलता हूँ, फिरता हूँ. അതൊക്കെ കേട്ടിട്ട് ആൾക്കാർ കണ്ണു പിടിച്ചുകൊണ്ടിരിക്കുക. और जब पौलुस का प्रचार सुनकर लोग चकित हो गया, അവരെ കേൾക്കാൻ ജനത്തിന് സ്വാഭാവികമായി താല്പര്യമുണ്ടാകും. और भी उनसे सुनने के लिए लोग चाहता था. ഞാൻ ദൈവദാസന്മാരോട് പറയുന്നത് നമുക്കെല്ലാം അത് കർത്താവ് തരട്ടെ. പ്രസംഗങ്ങൾ പോലും സന്ദർഭോചിതമായി ഓഡിയൻസ് ആരെന്ന് അറിഞ്ഞ് സംസാരിക്കാൻ കഴിയുന്ന ശുശ്രൂഷയുടെ ഒരു വലിയ വിജയം. और जब हम प्रचार करने के समय ये अच्छी तरह समझना हमें सुनने वाला लोग कौन से किस्म के लोग हैं. പണ്ട് ഞങ്ങളുടെ പെരുമ്പാവൂർ ഗവൺമെന്റ് ഹോസ്പിറ്റലൊക്കെ മരുന്ന് ഒരേ മരുന്നിന് പല കളറില് പല ആൾക്കാർ കൊടുക്കുമായിരുന്നു. ആൾക്കാർ തൃപ്തിയായിരുന്നു കേട്ടോ, ഒരേ മരുന്ന്. या पहले बहुत पुराना जमाने के समय में सरकार हॉस्पिटल में चले जाए एक ही बोतल से सभी को दवाई देता था. പെരുമ്പാവൂർ ആകെ ഇപ്പൊ പ്രശ്നമാണല്ലോ, പേപ്പറിൽ വല്ലാത്ത കുഴപ്പങ്ങളൊക്കെ അവിടെ വായിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് വേണ്ടപ്പെട്ട ഒരു സ്ഥലമാണ്. അവിടെ പറയാൻ വന്നത് ഒരു പ്രസംഗം, ഒരു ദൂതുണ്ട്, എന്നാ യോഗമാണ് ഇത് കാശ് എന്ന് ആരും തീരുമാനിച്ചിട്ടില്ല. और मैं कहने का मतलब एक प्रचार करने वाले व्यक्ति एक ही प्रचार होता है, जहां पर भी है वो बुजुर्गों के बीच में भी, जवानों के बीच, जहां पर भी वही प्रचार करता है. എനിക്ക് അതെല്ലാം കഴിയുമെന്ന് അഭിമാനിച്ചുകൊണ്ടല്ല ഞാൻ പറയുന്നത്. और आप ये नहीं सोचना मैं काबिल हूँ, मैं बड़ा हूँ. പക്ഷെ കേൾവിക്കാരെ കരുതി ദൂതൊരുക്കാനും കൂടെ നമുക്ക് കഴിയില്ല. प्रचारक लोग अच्छी तरह इस बात को समझना और सीखना, आपको सुनने वाला कौन है उस हिसाब से प्रचार करना. കൺവെൻഷൻ പ്രസംഗം വേറെയാണ്, പരസ്യ പ്രസംഗം വേറെയാണ്, കാത്തിരിപ്പിയോ പ്രസംഗം വേറെയാണ്, സഭായോ പ്രസംഗം വേറെയാണ്. അതെല്ലാം പ്രാർത്ഥിച്ച് അതിനുവേണ്ടി വായിച്ച് ഒരുങ്ങി തയ്യാറായി പ്രസംഗിക്കുന്ന വേലക്കാരനെ വിജയിക്കാൻ പറ്റും. और कलीसिया में प्रचार करने वाली बात है, बाहर प्रचार करने वाली बात है, कई तरह की प्रचार अवसर के ऊपर समझ कर आप प्रचार करना है. പൗലോസ് പറഞ്ഞ ഭാഷ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഏത് ത്യാഗവും ഞാൻ സഹിക്കും, ഏത് പുസ്തകവും ഞാൻ വായിക്കും, എവിടെ പോയി ഡേറ്റ കളക്ട് ചെയ്യും, ഏത് പ്രാർത്ഥന ഞാൻ റെഡിയാണ്. കാരണം സുവിശേഷത്തിൽ വല്ലവിധേനയും എനിക്കൊരു പങ്കാളിയായി മാറും. पौलुस कहते हैं बात के लिए मैं तैयार हूं, सब बात में सीखा है, मेरा एक ही मकसद है सुसमाचार में मैं भी एक शरीक बनूं. പൗലോസിന്റെ ഒരു വചനം ഞാൻ ഓർക്കുന്നു. पौलुस बताए हुए एक वचन मुझे याद आ रहा है. അദ്ദേഹം ആ വാക്ക് പറഞ്ഞത് മാംസം തിന്നത് പൗലോസിന് പൊതുവെ വിരോധമില്ലാത്തൊരു കാര്യമാണ്. और पौलुस जो है यदि कोई मांसकारी को देखे या मांस खाना पड़े तो वो विरोध नहीं करता. പക്ഷെ സുവിശേഷ സാക്ഷിയാകുന്നതിന്റെ പ്രക്രിയയില് എന്റെ ഒരു ബലഹീന സഹോദരന് ഇടർച്ചയാകുമെങ്കിൽ ഇനിമേ ഞാൻ മാംസം ഭക്ഷിക്കുന്നില്ല. लेकिन पौलुस अपने वचन में लिखा यदि मैं मांस खाते हैं, मेरे साथ का भाई को अच्छा नहीं लगता, मैं उस भाई के लिए मांस खाना मैं छोड़ देता. നോർത്ത് ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്ന എല്ലാ ദേവദാസന്മാരെ പാസ്റ്റർ ബാബു സാമ്പൽ അടക്കമുള്ള എല്ലാവരെയും ഞാൻ ഹൃദയം കൊണ്ട് കുമ്പിട്ട് അഭിനന്ദിക്കുന്നു. उत्तर भारत में जितने लोग सेवा करते हैं उन सबका आदर मैं करता हूँ.
ഞാനും ബദൽ ബൈബിൾ ഇവാഞ്ചലിസം ഡയറക്ടർ എന്ന സമയത്ത് ഒരു 10-30 കുട്ടികളെ വലിയാരത്തിന് കൊടക്കേറ്റ് വിട്ടിട്ടുള്ള ആളാണ്. और मैंने भी कई लोगों को उत्तर भारत में अपने बाइबल कॉलेज से भेजा हुआ एक व्यक्ति हूँ. ഒരു 10 പേര് നിങ്ങൾ ബാക്കി 20 പേര് ഇങ്ങോട്ട് പോകുന്നേ. और 30 बच्चों को मैंने उत्तर भारत में खिदमत के लिए भेजा और 10 लोग वहां रखा, 20 लोग वापस आ गए. അവർ പറയുന്നത് ഒന്നെങ്കിൽ ഭാര്യയ്ക്ക് അസുഖം, അവിടുത്തെ ചൂട് കൂടുതൽ, ആസ്മ, അല്ലെ പിള്ളേർക്ക് പഠിത്തം ശരിയാകുന്നില്ല, അല്ലെങ്കിൽ അരി അവിടെ നമ്മുടെ ഇവിടുത്തെ കുത്തരി കിട്ടുന്നില്ല, ഇമാതിരി എന്തെങ്കിലും കാരണം കാണും. ഏതായാലും അവർ പോരുക, വേറെ ഇപ്പൊ നോക്കിയിട്ട് കാര്യമില്ല. और वापस आए वो लोगों से मैं पूछता हूँ क्यों आप वापस आए. वो लोग कई तरह की बातें करता है, वहाँ का खाना अच्छा नहीं, क्लाइमेट अच्छा नहीं, कपड़ा अच्छा नहीं, बोली अच्छा नहीं, कई तरह की बातें बोलकर वो वापस आ जाता है. സുവിശേഷം അറിയിക്കാൻ വിളിക്കപ്പെട്ടവന് അതത് പ്രാദേശിക സംസ്കാരവുമായി, ഭാഷയുമായി, വേഷവുമായി, രീതികളുമായി നിശ്ചയമായി ഏകീഭവിക്കാൻ മതിയാകും. सुसमाचार के प्रचार के लिए बुलाए वो लोग जहां पर भी भेजा जाता है वहां के लोगों के साथ उधर का भाषा, उधर का रीति, उधर का खाना आप अनुभव करना सीखना है. ഞാൻ ഇന്ത്യൻ ഇവാഞ്ചലിക്കൽ IIT-യിലുള്ള ഭാഷ ജോണി എന്ന ഒരാളെ എനിക്കറിയാം. പള്ളി കൊട്ടാൻകോട്ട് അറിയാലോ ഭാഷ. അദ്ദേഹം ഞാൻ ഒരിക്കൽ കാണുമ്പം ഈ തലപ്പാവും, നമ്മുടെ സർദാർജിയുടെ തലപ്പാവും ജുബായും ഒക്കെ ഇട്ട് നിൽക്കുക. എനിക്കറിയാവുന്നതാണ്, പെട്ടെന്ന് മനസ്സിലായില്ല. സുനിഭാഷക്ക് അറിയാമെന്ന് ഞങ്ങൾ ഒരുമിച്ച്. അതെ, അദ്ദേഹത്തിന്റെ സഭയെന്ന ഉറുദു ഭാഷ സഭയാണ്. സർദാർജിമാർ ധാരാളം പേര് വരുന്ന ഒരു ചർച്ച അദ്ദേഹത്തിനുണ്ടായിരുന്നു. और पठानकोट में एक पास्टर को मैं जानता हूँ, जोड़ी नाम है वो. एक बार वो मलयाली है, लेकिन एक बार जब मैंने उसको देखा तो वो पूरा पगड़ी बांधे हुए और कुर्ता पहनकर खड़े हैं. उनके अच्छा एक चर्च है, वहाँ लोकल चर्च है. ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് എന്നെ കർത്താവ് വിളിച്ചാക്കിയ ശുശ്രൂഷ, എന്നെ പരമേൽപ്പിച്ച സുവിശേഷം, അതിലെനിക്ക് വല്ലവിധേനയും ഒരു പങ്കാളിയായി മാറും. और कहने का मतलब ये नहीं है, उनका ये विचार है किसी ना किसी विधि में ये सुसमाचार के साथ मैं भी शामिल हो ഈ जाऊं. അധ്യായത്തിൽ 2-3 കാര്യങ്ങൾ ഒന്ന് വായിച്ചാൽ ഞാൻ ആ ഭാഗം നിർത്തിക്കോളാം. 9 अध्याय में 2-3 बात और बताना चाहता हूं. 12-ാം വാക്യം വായിച്ചാട്ട്, അതായത് 1-9-12. अब पहले कुरिन्थियों 9 अध्याय 12 आयत एक बार और पढ़े. 9 अध्याय के 12 आयत. മതിയാവും ഭാഷ. താങ്ക് യു. ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് ഞാൻ നിമിത്തം ഒരു വിഘ്നം ഉണ്ടാകാൻ പാടില്ല. वहां पर ये कहते हैं यीशु मसीह के सुसमाचार के प्रचार में मैं रुकावट ना बने. ആമേൻ. Praise the Lord. എന്റെ ശിശുവിന്റെ കർത്താവ് വാക്യ സ്ഥാനത്ത് എന്റെ ഇഷ്ടങ്ങളോ, എന്റെ താല്പര്യങ്ങളോ, എന്റെ പിള്ളേരുടെ ഇൻട്രസ്റ്റോ, എന്റെ ഭാര്യയുടെ കാഴ്ചപ്പാടോ ഒന്നുമല്ല അനുവർത്തിക്കുന്നത്. എന്നെ അയച്ച കർത്താവിന്റെ സുവിശേഷത്തിന് ഒരു വിഘ്നവും വരാതിരിക്കാൻ ഞാൻ കഷ്ടപ്പെട്ട് കർത്താവിന്റെ പേര് ചെയ്യും. और जहां पर खिदमत के लिए मुझे भेजा जाता है, मेरे बीवी का मर्जी नहीं, मेरे बच्चों का मर्जी नहीं, किसी का भी पसंद नहीं, सुसमाचार के सेवकाई में कोई रुकावट मेरे कारण ना बने. നിങ്ങൾ ക്ഷമിക്കണം, പക്ഷേ എനിക്ക് പറയാതിരിക്കാൻ മേല. അനേകയിടത്ത് നമ്മുടെ കുഞ്ഞുങ്ങൾ, പാസ്റ്റർമാരുടെ കുഞ്ഞുങ്ങൾ നിമിത്തം സുവിശേഷത്തിന് വിഘ്നം വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഗതികെട്ട കാലത്ത് നാം വന്നിരിക്കും. और आपको मालूम है कई पास्टरों के बच्चों के कारण मसीह का नामधारी हो जा रहा है. ദേവദാസന്മാർ വളരെ കണ്ണീരോടെ പ്രാർത്ഥിക്കേണ്ട ഒരു മേഖലയാണ് ഞാൻ ഇന്ന് പകൽ ചൂണ്ടിക്കാണിക്കുന്നു. और मैं आपको बता रहा हूँ परमेश्वर के खादिम लोग अपने संतानों के लिए बहुत ही अच्छी तरह आंसू बहाकर प्रार्थना ഈ വല്ലാത്ത തലമുറയുടെ മധ്യത്തിൽ ഈ സ്കൂളിൽ, യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ പ്രൊഫഷണൽ കോഴ്സിന് സേലത്തും കോയമ്പത്തൂരും ബെൽഗാമിലും ബാംഗ്ലൂരും മംഗലാപുരത്തും അയക്കുന്ന കുട്ടികൾ, അവരെ രക്തത്തിന്റെ കോട്ട കെട്ടി കർത്താവ് സൂക്ഷിക്കുക, മാലാഖമാരാൽ സംരക്ഷിക്കുക, കണ്ണീരോട് പ്രാർത്ഥിക്കുക. ദൈവദാസന്മാരെ ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് ശക്തമായി നിയോഗിക്കുക. അവർക്കായി പ്രാർത്ഥിക്കണം. സുവിശേഷത്തിന് വിഘ്നം വരാൻ പാടില്ല. और माँ बाप लोग या पास्टर लोग खास तौर पर आज के पीढ़ी के लिए प्रार्थना करना. हम अपने बच्चों को कई कॉलेज में भेज देते हैं, लेकिन पापों से भरा हुआ देश में कॉलेज में जब वो पढ़ने के समय पाप बिना जीवन बिताने के लिए परमेश्वर अपने हाथों में उन्हें सुरक्षित करने के लिए आप प्रार्थना करना है. കാരണം ഞാൻ പ്രസംഗിക്കുന്ന വചനത്തിന് ഒരു തടസ്സം വരാതിരിക്കണം. और जो वचन का प्रचार मैं करता हूँ उसमें कोई रुकावट ना आ जाए. ഓക്കെ, 27-28 വാക്യങ്ങൾ വായിക്കാം. और वो 9 अध्याय
कि 27 और 28 आयत भी हम पढ़े। हालेलुया। സുവിശേഷ പ്രസംഗത്തിലെ വേറൊരു പ്രധാനപ്പെട്ട ഡിമാൻഡാണ് ഈ അധ്യായത്തിൽ. और आपको मालूम है 27 और 28 वचन पढ़ते सुसमाचार के सेवकाई में और एक हिस्सा हम देखते हैं। നന്നാണോ എന്ന് പ്രസംഗിച്ചിട്ട് ഞാൻ തന്നെ മോശമാകാതിരിക്കാൻ അതിന് വില കൊടുത്തുകൊണ്ട് എന്റെ ശരീരത്തെ ഞാൻ ദണ്ഡിപ്പിച്ച് അടിമയാക്കിക്കൊണ്ടിരിക്കുന്നു. और मैं प्रचार कर कर मैं खुद नाश ना हो जाए इसलिए मैं अपने शरीर को एक गुलाम बना के रखता हूँ। ജീവിതം വളരെ പ്രധാനമാണ്. और जिंदगी बहुत बहुमूल्य है। ഞാനിപ്പോ പാസ്റ്റർ തിയോളജിയുടെ ഒരു കോഴ്സ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. मैंने अभी पास्टर थियोलॉजी बच्चों को सिखाता हूँ। ശുശ്രൂഷകന്മാര് പാലിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് ഇപ്പൊ ഞാൻ അടുത്തിടയ്ക്ക് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. सेवक लोग क्या क्या बातों का पालन करना चाहिए उन बातों के बारे में सिखा रहा हूँ। അതിനുവേണ്ടി കുറെ റീഡിംഗ് നടത്തിയപ്പോൾ എനിക്ക് തോന്നി ഞാൻ തന്നെ കുറെ കൂടെ ക്രമീകരിക്കാം. जब उसी के लिए मैं खुद किताबें पढ़ने के समय मुझे ऐसा महसूस हो गया मैं ये सीख कर मैं अपने आप नाश ना हो जाए। എന്റെ ഭാര്യ ചിലപ്പോൾ എന്നോട് വല്ലതൊക്കെ വർത്തമാനം പറയും. എനിക്ക് തീരെ ഇഷ്ടപ്പെടാത്ത കാലങ്ങളുണ്ട്. और कई दफा अपने बीवी मुझसे बात करने के समय सारे बातें मुझे अच्छा नहीं लगता। ഞാനിപ്പോ ആരെങ്കിലും കണ്ട ഭാഷമാര് വഴിക്കൊന്ന് കണ്ടാല് ചിലപ്പോ കുശലമൊക്കെ പറഞ്ഞ് കൈയൊക്കെ കൊടുത്ത് പൈസയോട് ചായക്കാൻ സമയമൊക്കെ പോവാ അറിയത്തില്ല. जब रास्ता में कोई पासमान मिले तो मैं उनका हाथ मिलाता हूँ उनसे हालचाल पूछता हूँ। तो बात करते करते कई दफा समय बीत जाते हैं मुझे मालूम नहीं पड़ता। അപ്പൊ വീട്ടിലിരിക്കുന്ന കക്ഷികള് അവർക്കറിയാമോ ന്യായമായി ടൗണിൽ പോയി ഇന്ന സാധിച്ചിട്ട് വരാനുള്ള സമയം വരുമ്പോ ചിലപ്പോ അവര് ആദ്യം ചോദിക്കുന്നത് എവിടെയാണ് ഇത്രയും നേരം. मैं लेट होकर घर पे यदि पहुंचे तो परिवार सबसे पहले मुझसे पूछता है आप अब तक कहाँ था। പിന്നെ നമ്മൾ വല്ലതും പറഞ്ഞാൽ പിന്നെ ഈ ഭാഷയുടെ കട്ടി ചിലപ്പോൾ സ്വല്പം കൂടെ അധികരിക്കാൻ സാധ്യതയുണ്ട്. यदि मैं वो सुनकर गुस्सा से बात करें तो बात बिगड़ जाता है। അപ്പൊ ആദ്യകാലത്തൊക്കെ ഞാൻ ഓർക്കുമായിരുന്നു എടാ എന്തുവാ എന്റെ ഭാര്യയ്ക്ക് എന്നെ സംശയം. और पहले मेरे बीवी मुझसे ऐसे क्वेश्चन पूछते समय मुझे भी अच्छा नहीं लगता था। പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുമെന്ന് ഞാൻ പറയുന്നു ഉലകത്തിൽ ആരെയും പേടിക്കാത്ത എനിക്ക് ഭാര്യയെങ്കിലും ചെറിയ പേടിയുള്ളത് വലിയ അനുഗ്രഹമാണ് എന്റെ വിശ്വാസം. कई लोग दुनिया में कई लोगों से डरता नहीं लेकिन अपना बीवी से डरता है। അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞ ഒരു ഇംഗ്ലീഷ് വാക്കുണ്ട്. നാം കണക്ക് കൊടുക്കണം, പരസ്പരം കണക്ക് കൊടുക്കേണ്ടവർ. और हम ये ऐसे एक लफ्ज अंग्रेजी में कहा जाता है तो हम एक दूसरे के अकाउंटेबल है या एक दूसरे को हिसाब देने वाला है। ഞാൻ എന്നെ കുറിച്ച് മനസ്സിലാക്കിയത് റോസമ്മ എന്ന് വിചാരിച്ചെങ്കിലും ഞാൻ പെട്ടെന്ന് ഓടി പോകാൻ സാധ്യതയുണ്ട്. और कई दफा मैं अपने घर पे जब जाते हैं इस बात को सुनता हूँ समझता हूँ लेकिन मैं लेट होने के वो भाग जाए ऐसा कुछ नहीं होता। ഞാൻ ഒരു ഭാഗം പറഞ്ഞെങ്കിലും സഹോദരരെ ഇങ്ങനെ ചോദിക്കാനും പറയാനും വലിയൊരു ഉള്ളത് നല്ലതാണെന്ന് എപ്പോഴും നാം ഓർത്തോണം. हमसे पूछने के लिए बात करने के लिए एक परिवार हमारे लिए बहुत ही अच्छा है। ശുശ്രൂഷ മണ്ഡലത്തിൽ കനത്ത പോരാട്ടങ്ങൾ ജീവിത വിഷയം സംബന്ധിച്ച് ഉള്ള ഒരു കാലഘട്ടമാണിത്. അതിനകത്ത് പ്രായം വിഷയമല്ല. ചെറുപ്പക്കാരെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാ പ്രായക്കാർക്കും ഈ ജഡത്തിന്റെ പ്രലോഭനം എല്ലാ കാലത്തും ഉണ്ടാകുമെന്നതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ സൂക്ഷിച്ചൊഴിഞ്ഞ് ജീവിക്കുന്നത് മാത്രമേ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അമർത്തി സുവിശേഷത്തെ നന്നായി ഉയർത്താൻ പറ്റത്തുള്ളൂ. इस पीढ़ी शैतान कई लोगों को गिरा रहा है लेकिन इस पीढ़ी बहुत संभाल के हमें जीना बहुत ही जरूरत है। അതുകൊണ്ട് ശരീരത്തെ ഇച്ഛകളെ അനുരാഗങ്ങളെ മോഹങ്ങളെ ദാഹാർത്ഥികളെ ആസക്തികളെ സെക്സ്വൽ ഡ്രൈവ്സിനെ പ്രാർത്ഥനയാലും വചനത്താലും പിടിച്ച് അമർത്തുന്നവനെ സുവിശേഷം പ്രസംഗിക്കാൻ ആത്മധൈര്യം ഉണ്ടാകത്തുള്ളൂ. हम शरीर को वचन के द्वारा मारा जाना है, शरीर को हम काबू करना है, तभी हम इस दुनिया को जी सकता है। എനിക്കൊന്ന് 2:10 3-4 വാക്യങ്ങൾ വായിക്കേണ്ട വചനമുണ്ട്. ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി ഉയരുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏതു വിചാരത്തെയും ക്രിസ്തുവിന്റെ അനുസരണത്തിനായിട്ട് പിടിച്ചടക്കാൻ സ്ട്രോങ് വേർഡ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. मसीह के परिज्ञान में विरोध करने वाले तमाम बातों को अपने काबू में कर उसको दबा के आगे बढ़ने का एक सामर्थ्य की जरूरत हमें है। ഏത് വലിയ അഭിഷിക്തനാണെങ്കിലും ഈ മൺകൂടാരത്തിൽ പാർത്തിടത്തോളം കാലം ഇമാതിരി എല്ലാ താല്പര്യങ്ങളും ഉണ്ടാകും. जब हम
मिट्टी के बर्तन इस शरीर में जब रहते हैं, कई तरह की इच्छा हमारे अंदर आ जाता है। പ്രാർത്ഥിച്ച് ആ വിചാര വികാരങ്ങളെ പിടിച്ചമർത്തുന്നവന് മാത്രമേ സുവിശേഷം ഉയർത്തിപ്പിടിക്കാൻ പറ്റത്തുള്ളൂ. और प्रार्थना के द्वारा ही इस शरीर को हम जीत सकता है। കരപൊത്തി കർത്താവിനെ എല്ലാവരും സ്തുതിച്ചാൽ ഈ തലമുറയിലെ വെല്ലുവിളികളെ ആത്മാവിൽ അതിജീവിക്കാൻ അവൻ നമുക്ക് അധികാരം തന്നിരിക്കുന്നു. इस पीढ़ी को जीतने के लिए प्रार्थना की जरूरत बहुत ज्यादा है। 9:14 ഞാൻ പെട്ടെന്ന് നിർത്താം. 9:14 ഒരാൾ വായിച്ചാൽ पहले कुरिन्थियों ने अध्याय 14 आयत आप में से कोई पढ़े। വായിച്ചു. സുവിശേഷം കൊണ്ട് 7-ാം വാക്യം വായിച്ചാൽ उसके 7वीं आयत को पढ़े। താങ്ക് യു പാസ്റ്റർ. ഞാൻ ചില പാസ്റ്റർമാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ സഭകളിലൊക്കെ ഇരിക്കാൻ ഇഷ്ടപ്പെടുന്നത് എനിക്ക് ബെല്ലോനോടും ഒന്ന് പൈസ ചോദിക്കാനും അതൊന്നും മേടിച്ച് തിന്നാനൊന്നും ഞങ്ങൾ മാന്യന്മാരാണ്, ഡീസൻ്റ് ആയിട്ട് കഴിയുന്നത് എന്ന് പറഞ്ഞ കുറെ കക്ഷികളെ എനിക്കറിയാം. और कई दफा ये वहाँ पर धन के बारे में, पैसे के बारे में लिखा है और खिदमत करने का खर्चा के बारे में लिखा है। मैं कई दफा लोग कहते हुए सुनता हूँ, वो किसी के सामने हाथ फैलाना मेरे लिए अच्छा नहीं है, मैं कैसे मांगूं, ये कई लोग बताते हैं। ചില പറയാൻ വേലയ്ക്ക് വിളിയുണ്ട്, പക്ഷെ ഗൾഫിൽ പോയി കുറെ പൈസ ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ട് വേല ചെയ്യാം. കാരണം സ്വന്തം കീശയുടെ കാശിറക്കി വേല ചെയ്യാവില്ല, ആരും ചോദിക്കണില്ല. और कई लोग कहते हैं खिदमत करने के लिए बुलाहट तो जरूर है, लेकिन गल्फ में जाकर कुछ पैसा इकट्ठे कर फिर आकर के ദൈവശാസ്ത്രപരമായിട്ട് ആ രീതി ശരിയല്ല പ്രിയമുള്ളവർ. और परमेश्वर के वचन के आधार पर बता रहा हूं, वो रीति अच्छा नहीं है। വേലക്കാരൻ നിനക്ക് ജോലി കൂലിക്ക് യോഗ്യനാണ്. मजदूर अपने मजदूरी के हकदार है। ആട്ടിൻകൂട്ടത്തെ പാലിക്കുന്നതിന് അതിന്റെ പാല് കൊണ്ട് ഉപജീവിക്കണം ദൈവത്തിന്റെ വ്യവസ്ഥയാണ്. भेड़ों को चराते हैं, उस भेड़ों से वो पालन पोषण करना है। അതുകൊണ്ട് നമ്മുടെ ഉപജീവനത്തിന് ദൈവം തന്ന ഒരു മാർഗവും കൂടെ ആണ് സുവിശേഷം. हमारे जिंदगी के पालन पोषण के लिए भी दिया हुआ एक बात है खिदमत। സുവിശേഷം വിറ്റ് ജീവിക്കലല്ല, പക്ഷെ കർത്താവ് നമുക്ക് കൽപ്പിച്ച ഒരു ശുശ്രൂഷയും ഒരു തൊഴിലും കൂടിയാണ് സുവിശേഷ വേലയെന്ന് ഞാൻ വിളിച്ചു പറഞ്ഞു. और आप सेवकाई को या खिदमत को बेच के नहीं जीना, लेकिन ये खिदमत के बीच में हमारी जरूरत भी पूरा होना है। ഞാൻ കോഴിക്കോട് താമരശ്ശേരി എന്ന സ്ഥലത്ത് ഒരിക്കൽ ഈ ക്രൂസേഡിന്റെ ലഘുലേഖ വീടുകളിലെല്ലാം കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. एक समय में केरला में जब पर्चियां जो है बांट रहा था सुसमाचार के, അന്ന് ഞാൻ വളരെ ചെറുപ്പമാണ്. और उस समय बड़े जवान बच्चे थे മുസ്ലിങ്ങളുടെ ഏരിയ और वहां पर मॉन्टनों के बीच में था। അത് ഈ നോമ്പ് സമയം കൂടിയാണ്. उनके जो है फसा के समय था वो। അപ്പൊ വൈകുന്നേരങ്ങളില് അറിയാലോ, ബാക്കി കഴിഞ്ഞിട്ട് ആദ്യത്തെ ഒരു തരിക്കിഞ്ഞിയൊക്കെ കഴിക്കുന്ന ഒരു നോമ്പ് മുറിക്കുന്ന ഒരു സമയം. उनके रोजा रोकने का एक समय होता है, मतलब शाम के 6 बजे के समय। അപ്പൊ ഞങ്ങള് ആ ഏരിയ തീർത്തിട്ട് പോണോണ്ട് 6-7 വരെയും ശിശുട്ട നടന്നുകൊണ്ടിരിക്കുക. और जब हम काम करते सेवा करते करते 7-6 बज जाता है शाम को। ഞാൻ ഒരു വീട്ടിൽ ചെന്നപ്പോഴേ मैं घर पे जब पहुंचा, കയറ്റൊന്നുമില്ല, നമ്മൾ ട്രാക്ട് കൊടുക്കുക പുറത്തു നിന്ന്. वो लोग अपने घर पे आने को अनुमति नहीं देता। അപ്പൊ അവിടുത്തെ ഒരു മുസ്ലിം ചേട്ടന കാക്ക ഈ പറഞ്ഞ പോലെ പത്തിരി കഴിച്ചുകൊണ്ടിരിക്കുക. और वहां पर जो उस घर का मालिक जो परोठा खा रहा था, ചാറുണ്ട്, അതിനകത്ത് മുക്കി മുക്കിയാ കഴിക്കുന്നത്. और उसमें वो सब्जी था, सब्जी में सब्जी के साथ रोटी खा रहा था वो। എന്നെ കണ്ടപ്പോൾ സുവിശേഷം എന്താണെന്ന് പുള്ളി ഒരു വകെ और മനസ്സിലായി. जब वो आदमी मुझे देखा, मैं कौन हूँ, क्या हूँ, कैसे हूँ, उनको कुछ नहीं पता। ആ കറി പറ്റിയ കൈ കൊണ്ട് ഒരു സാധനം ഒരു രണ്ടാം നീട്ടുക തിന്നാൻ. और वो खाना खा रहा था, उसके हाथ में रोटी और सब्जी था, वो ही हाथ से मेरे तरफ खाना देते हुए कह रहे आप भी खा लो। ജീവിതത്തിൽ ഇതുപോലെ അഭിമാനക്ഷത ഉണ്ടായ വേറെ സംഭവമില്ല. और मुझे ये बात बिल्कुल ही अच्छा नहीं लगा। തല്ലിക്കൊന്നാല് ഞാൻ ഇവിടെ ആളുടെ കൈ കൊണ്ടുള്ളത് കഴിക്കാൻ എനിക്ക് പറ്റുമോ? मैं कभी भी किसी के झूठे खाना कभी खा नहीं सकता, ना खाया है। അപ്പൊ ഞാൻ പയ്യനാണ്, കാക്ക ഉഷാറാണ്, പുള്ളി മാങ്ങണോ എന്ന് പറഞ്ഞു തുടങ്ങി. और मैं उस समय बच्चे थे, जवान था, और उस समय उसने जो हाथ से, अपने हाथ से जो खाना खा रहा था, वही हाथ से, झूठे हाथ से मुझे खाना दी। वो बार बार मुझे मजबूर कर रहे, खाओ खाओ खाओ। ഞാൻ പറയിക്കാ വേണ്ട. मैंने कहा नहीं। മാങ്ങണ കുഞ്ഞു മോനെ എന്ന് പറഞ്ഞാൽ കണ്ടിരിക്കുമ്പോ ഞാൻ ചുമ്മാ നാണം കെട്ടത് മേടിച്ച് തിന്നേച്ച് പോയിട്ട്. और बार बार मुझे मजबूर किया, ले लो खाओ। उसने मुझे मजबूर की, मैंने
दिखाया। നാണക്കേടാ. പക്ഷെ സുവിശേഷമായ പോയ ഞാൻ അതിന്റെ ബഹുമാനത്തിന് വേണ്ടി ഇഷ്ടമില്ലാത്ത ഒരു പരിത്യാഗത്തിന് തയ്യാറാകേണ്ടി വന്നിട്ടുണ്ട്. और मुझे बड़ा शर्म लगा वहां पर, लेकिन सुसमाचार के खिदमत के कारण मैं शर्मिंदा होना चाहा। ഭാഷമാർക്ക് ഒരു നാണക്കേട് തോന്നണ്ട. സുവിശേഷം പ്രസംഗിക്കുന്നവൻ സുവിശേഷത്താൽ ഉപജീവിക്കുവാൻ കർത്താവ് കൽപ്പിച്ചിരിക്കുന്നു. അഭിമാനത്തോടെ അത് വാങ്ങിക്കഴിക്കാൻ ദൈവകൃപ. और बाइबल में लिखा मजदूर करने वाले मजदूरी का हकदार है खिदमतकार। ये बात अच्छी तरह समझना है। ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞു. ഞാൻ ഈ പറയാൻ തുടങ്ങിയതെല്ലാം പറയുന്നില്ല. ഒരു കാര്യം കൂടെ പറഞ്ഞതാ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. 2-3 മിനിറ്റ്. और एक और बात मैंने उसी में बताना चाहता हूँ। 2 കൊരിന്ത്യർ 3-ാം അധ്യായം 6 മുതൽ 8 വരെ വായിച്ച് നമ്മളിപ്പോൾ दूसरे कुरिन्थियों 3 अध्याय 6 आयत से 8वीं आयत तक। दूसरे कुरिन्थियों 3 अध्याय 6 आयत से 8 आयत तक कोई पढ़े। എനിക്ക് തോന്നുന്നു നമുക്കറിയാവുന്ന ഭാഗമാണ്. തേജസ്സിന്റെ അധികം തേജസ്സേറിയ ശുശ്രൂഷ അക്ഷരത്തിൻ്റെതല്ല, ഇത് ആത്മാവിന്റെ ശുശ്രൂഷ. और वो 6 आयत से जब हम बोलते थे जो मैं खिदमत खुदा ने हमें सौंपा है, ये जो है इसे बातों का सेवा निधि है। ये പഴയ ശുശ്രൂഷ തേജസ്സിൻ്റെതാണെങ്കിൽ പുതിയ ശുശ്രൂഷ തേജസ്സേറിയ ശുശ്രൂഷയാണ്. पुराना समय का खिदमत तेजस का खिदमत था, तो ये आत्मा और शक्ति का खिदमत है, नया नियम का खिदमत। മോശയുടെ മിനിസ്ട്രി അക്ഷരത്തിൻ്റെതാണെങ്കിൽ അക്ഷരം കൊല്ലുന്നതാണ്. പക്ഷെ ആത്മാവ് ജീവിപ്പിക്കുന്നതായതുകൊണ്ട് നമുക്ക് ദൈവം നൽകിയ മിനിസ്ട്രി ആത്മാവിന്റെ ശുശ്രൂഷയാണ്. मूसा ने सेवा की जिस्मानी तौर पर जिस्मानी बातों में, लेकिन आपको और मुझको खुदा ने जो खिदमत की दी वो रूहानी ताकत के साथ खिदमत करना जरूरी है। പാസ്റ്റർ ഫില്ലി ജേക്കബിന്റെ മീറ്റിംഗിൽ പണ്ട് ഞാൻ കൂടിയിട്ടുണ്ട്. और पास्टर फिली जैकब जहां पर एक मिनिस्ट्री कर रहा था, वहां पर നല്ല ശുശ്രൂഷകൾ അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത് എനിക്കറിയാം. और वो बहुत अच्छा सेवा कर रहा था। അന്യഭാഷ ആരാധന കയ്യടി പ്രവചനവും ദർശനവും ഒക്കെ ഉള്ള ഒരു കാലം എന്നെ ഉണ്ടെന്ന് വിചാരിക്കുന്നു. उनके मीटिंग में बड़ा अन्य भाषा और तर्जुमा और बड़ा आराधना स्वभाव होता था। ഞാൻ ചിലപ്പോൾ കണ്ടിട്ടുള്ളത്, मैंने कई दफा देखा है, പിള്ളേരും ചെറുപ്പക്കാരും ഒക്കെ ആയിരിക്കും ഈ പറഞ്ഞ ചാട്ടവും കയ്യടിയും മറുഭാഷയൊക്കെ ഉണ്ട്. കുറച്ച് സീനിയേഴ്സ് ആയി കഴിഞ്ഞാൽ മാന്യതയ്ക്ക് നിരക്കാത്താണെന്ന് കരുതി പല ആൾക്കാർ വേണ്ട പോലെ ഇന്ന് അന്യഭാഷ പോലും പറയാം. और कलीसिया मैंने कई दफा देखा है, कलीसिया में बच्चे हाथ ताली बजाता है, जवान लोग ताली बजाते, थोड़ा बड़ा होने के बाद फिर वो कहते हैं ये हमारा काम नहीं है। എന്റെ വീക്ഷണം ലോക്കൽ സഭയിലെ മറ്റേത് മെമ്പറേക്കാൾ ആത്മാവിൽ കത്തി നിൽക്കേണ്ടത് കർത്താവിന്റെ ദാസനായിരുന്നു. आपको मालूम है हर कलीसिया के लोगों से ज्यादा पासवान पवित्र आत्मा के भरपूरी में खड़ा होना है। മറ്റേത് ലോക്കൽ പാസ്റ്റർമാരെക്കാൾ ആത്മാവിൽ ത്രസിച്ച് ജ്വലിക്കേണ്ടത് അവരുടെ ലീഡറായിരിക്കണം. और लोकल पास्टरों से भी ज्यादा उनका लीडर आत्मा के भरपूरी में खड़ा होना है। സെക്ഷനിലെ മറ്റേത് പാസ്റ്റർമാരെക്കാൾ അവർ ആത്മാവിന്റെ അഭിഷേകം ആദ്യം അനുഭവിക്കുന്നത് സെക്ഷൻ പാസ്റ്ററായിരിക്കണം. सेक्शन में जितने पास्टर्स हैं वो सेक्शन लीडर आत्मा के भरपूरी में रहना। കരമുട്ടെല്ലാവരും കർത്താവിനെ ആരാധിക്കാം. धन्यवाद करें। സുഹൃത്തുക്കളെ, പെന്തക്കോസ്ത് 100 കൊല്ലം പിന്നിട്ടിരിക്കുകയാണ്. और പെന്തക്കോസ്ത് 100 കൊല്ലം കഴിഞ്ഞിരിക്കുന്നു. और 100 साल बीत गया पेंतकोस्त के खिदमत പഴയ ഉണർവുകളുടെ ഓർമ്മയിൽ ഒരു ഹാങ് ഓവറിൽ മാത്രമാ ദൈവസഭ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. और अगले समय का केवल यादगारी कलीसिया में रह गया। ഒരുപാട് വിശ്വാസികൾ സഭകളിൽ അന്യഭാഷ പറയാൻ കഴിയാതെ ബെഞ്ചിലും കസേരയിലും ഇരുന്ന് ഒരു പുരുഷായുസ് തീർത്തുകൊണ്ടിരിക്കുകയാണ്. कई कलीसिया के विश्वासी लोग अन्य भाषा में प्रसार ना करते हुए या बातें ना बोलते हुए कलीसिया में बैठे हैं। കമ്മിറ്റിക്കാരായി, കാശ് കൊടുക്കുന്നവരായി, അമേരിക്കക്കാരായി, ഗൾഫുകാരായി, സഭയിലെ പ്രമാണികളായി, കണ്ണുപിടിക്കുന്നവരായി, കൈയടിക്കാത്തതായിരിക്കുന്ന ബഹുപുരുഷാർത്ഥ മധ്യത്തിൽ കർത്താവിന്റെ ദാസൻ ആത്മാവിൽ ജ്വലിച്ച് അഭിഷേകം നിലനിൽക്കുവാൻ ദൈവം പ്രമാണമേ. कलीसिया में कई लोग ऐसे लोग कलीसिया में है, वो कमेटी का मेंबर है, कई राज्यों में घूमता है, लेकिन आत्मा का भरपूरी उनके जीवन में नहीं। लेकिन पास्टर ऐसा नहीं, वो आत्मा के भरपूरी में खिदमत कर रहा है। ഞാൻ എന്റെ ഭാഷയിൽ പറയാറുണ്ട്, मैंने अपने ओर से बता रहा हूँ ये बात। നല്ല ഒരു ആത്മീയ അന്തരീക്ഷവും ആരാധനയും അന്യഭാഷ കേൾക്കാതെ പെന്തക്കോസ്ത് സഭ
समाप्ति होना है। ഇവിടെ എജിയുടെ ഐപിസിയുടെ ഷാരോന്റെ ന്യൂ ഇന്ത്യയുടെ ചുമ്മാ ബോർഡ് വെച്ച് വേർപാട് പ്രഖ്യാപിച്ച പോരാ, തലമുറകൾ പ്രതീക്ഷിക്കുന്ന നിർബന്ധമായി ഉണ്ടായിരിക്കണം. केवल शास्त्र का बोर्ड रखकर, चर्च का नाम लिखकर, बोर्ड हमारे सामने रखकर चलाने वाले नहीं, आत्मा के अभिषेक के साथ सेवकाई और खिदमत और आराधना करने वाले लोग बनना है। പഴയ തലമുറയിൽ നമ്മൾ കണ്ടുവന്ന, നാം അനുഭവിച്ച കാത്തിരിപ്പ് യോഗങ്ങളിലേക്ക് ദൈവസഭയ്ക്ക് ഒരു മടക്കം കർത്താവ് നൽകാൻ പോകും. पुराना पीढ़ी के लोग आत्मा के भरपूरी के लिए इंतजार करता था, उस अनुभव में हम वापस आना है। പെന്തക്കോസ്തുകാർക്ക് പേരുകൊണ്ട മുഴുവൻ പേരും അന്യഭാഷയിൽ ദൈവത്തെ ആരാധിക്കുമാർ കർത്താവിന്റെ ദാസൻ ശുശ്രൂഷിച്ച് അവരെ ആത്മാവിൽ നയിച്ചേ പറ്റുകയുള്ളൂ. यदि अब पेंतकोस्त विश्वासी है, पेंतकोस्त अनुभव हमारे जीवन में होना जरूरी है। ആമേൻ. Praise the Lord. ഹല്ലേലൂയ. Hallelujah. നമ്മൾ എനിക്കറിയത്തില്ല, ഞാൻ ചോദിക്കാൻ തയ്യാറില്ല. സഭകളിൽ കാത്തിരിപ്പ് യോഗം ഇവിടെയൊക്കെ ഉണ്ട്. और कितने कलीसिया में ऐसा सभा चलता है पवित्र आत्मा का भरपूरी के लिए प्रार्थना और इंतजार करना। ഇപ്പൊ അതൊക്കെ പഴയ ഫാഷനായി പോയി. और कई लोग बोलते हैं आत्मा अभिषेक अन्य भाषा, ये सारा पुराना रिवाज है। സഭയ്ക്ക് എന്ന് വരുന്ന മുഴുവൻ അപജയത്തിന്, മുഴുവൻ തകർച്ചയ്ക്ക് കാരണം ആത്മാവിന്റെ പ്രവൃത്തിക്ക് സ്ഥാനം കൊടുക്കാത്തതാണ്. और आपको मालूम है आजकल की कलीसिया के पराजय का पहला पौड़ी क्या है? पवित्र आत्मा के काम चर्च में नहीं होता। അഭിഷിക്തന്മാരെവിടെ? और अभिषेक पाए हुए പ്രവാചകന്മാരെവിടെ? और नबूवत करने वाले लोग വെളിപ്പാടുകാരെവിടെ? और जो है प्रकाशन पाए हुए രോഗശാന്തി എവിടെ? और मरीज जो है ഭൂതോച്ചാട്ടം എവിടെ? और भूतों को दिखाने वाले लोग। ആദിമ സഭയുടെ അനുഭവത്തിലേക്ക് കർത്താവ് സഭ ഉണങ്ങി വരാൻ ദൈവദാസൻ അഭിഷേകത്തിന്റെ ആത്മയിൽ നിൽക്കാൻ ദൈവത്തെ നൽകട്ടെ. और पहले सदी के समान कलीसिया में खिदमत आ जाए। ഞാൻ വാക്കുകൾ നിർത്താൻ പോകും. यहाँ पर मैं समाप्त करना चाहता ഞാൻ हूँ। പാസ്റ്റർമാരോട് പറയുന്നത്, मैंने पास्टरों से कहा, ഞായറാഴ്ച മാത്രമല്ല അന്യഭാഷ ദൈവത്തെ और ആരാധിക്കുക. आप ये नहीं सोचना सर कि एतवार को इकट्ठा होने के समय आत्मा में आराधना करना। ഭാര്യയും പിള്ളേരും ഒരുമിച്ചുള്ള നിങ്ങളുടെ ഭവന പ്രാർത്ഥന ഒരു ആത്മീയ ആരാധനയായി, ഒരു അന്യഭാഷയുടെ അന്തരീക്ഷമായി മാറട്ടെ. आपके घर में आप अपने बीवी बच्चों के साथ जब बैठकर दुआ करने के समय आत्मा में प्रार्थना करें। നിങ്ങളുടെ പേഴ്സണൽ പ്രേയറിൽ ആത്മാവിന്റെ അഗ്നി കത്തിക്കാളി ആത്മം കൊണ്ട് ദൈവത്തെ സ്തുതിക്കാൻ ദൈവത്തിന് നൽകട്ടെ. और आप व्यक्तिगत तौर पर जब बैठकर प्रार्थना करने के समय अन्य भाषा में आप प्रार्थना करें। ആത്മാവ് ആരാധിക്കുന്ന ദൈവത്തിന്റെ ദാസൻ ഞായറാഴ്ച ആരാധന നയിക്കാൻ ചെല്ലുമ്പോ നിശ്ചയമായി നിർബന്ധമായി ഒരിക്കലുമില്ലാത്ത ഒരു അന്തരീക്ഷം ദൈവം നൽകുമെന്ന് ഞാൻ ആത്മാവിൽ ഇന്ന് മുതൽ വിളിച്ചു പറയുന്നു. आप देखिए पूरे हफ्ता आत्मा के भरपूरी में प्रार्थना कर कर, आत्मा के भरपूरी में जीवन बिताकर, आराधना कर कर एतवार को खड़े होते समय कलीसिया में आत्मा का एक अभिषेक बेघरी आ जाएगा। നമ്മുടെ ശുശ്രൂഷ അക്ഷരത്തിൻ്റെതല്ല, और हमारे जो है खिदमत देखे हुए खिदमत नहीं है, ഇത് ആത്മാവിന്റെ ശുശ്രൂഷയാണ്. आत्मा का खिदमत है। കർത്താവ് മടങ്ങി വരാറായി എന്നതുകൊണ്ട് हमारा प्रभु यीशु मसीह जल्दी आने ഇത് वाला है। പിന്മഴയുടെ കാലമാണ്. ये तो एक बड़ा जो बारिश का समय है ये। ദൈവം നാടിനെ സന്ദർശിക്കാൻ പോവുകയാണ്. और परमेश्वर अपने लोगों को ഇന്ത്യയെ കർത്താവ് के लिए काम करने वाला ഇന്ത്യയെ കർത്താവ് സ്പർശിക്കാൻ പോവുകയാണ്. और हिंदुस्तान को परमेश्वर स्पर्श करने തന്റെ वाला है। ദാസന്മാരായി ഉപയോഗിക്കാൻ പോവുകയാണ്. और प्रभु अपने दासों को इस्तेमाल करने जा നാം रहे हैं। പ്രാർത്ഥിക്കുമ്പോൾ രോഗികൾക്ക് സൗഖ്യം വരാൻ जब പോകുന്നു. हम प्रार्थना करें तो रोगी लोग चंगे हो जाएंगे। നാം ദേശങ്ങളിൽ ദൂത് ആത്മാവിൽ വിളിച്ചു പറയാൻ और പോകുന്നു. आत्मा में देख लोगों का പിശാചിന്റെ കെട്ടുകൾ കരിഞ്ഞു പോകുമാണ്. ഒരു അഭിഷേക ശുശ്രൂഷയ്ക്ക് വേണ്ടി ഈ തലമുറയിൽ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. और शैतान के तमाम जड़ों को तोड़ने के लिए परमेश्वर की आत्मा काम करने वाला है। ഏകദേശം കർത്താവിനെ ആരാധിക്കാം. എല്ലാവരും കരങ്ങളെ തട്ടി വായി തുറന്ന് और सभी लोग प्रार्थना करें, എല്ലാവരും ആത്മാവിൽ ആത്മാവിൽ Hallelujah.
ഹല്ലേലൂയ